ആദ്യ രാത്രിയെക്കുറിച്ചുള്ള നിന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒരു മുൻപരിചയമില്ലായിരുന്നത് കൊണ്ട് വ്യക്തമായ രൂപം ഉണ്ടായിരുന്നില്ല. മീര, നീ സുന്ദരിയാണ്. പാലപൂത്തതിൻ്റെ ഗന്ധമാണ് നിനക്കിപ്പോൾ. പൈങ്കിളികൾ പാടുന്നുവെങ്കിലും കേൾക്കാൻ രസമുണ്ട്. മീര, നിന്നെ വിറയ്ക്കുന്നു. മനസി നഭസി. മീര, നീ കന്യകയാണല്ലേ? എന്താ ഇപ്പൊ ചോദിക്കാൻ? ഒരു പോക്കിരിയായിരുന്നു ഞാൻ. എല്ലാം തുറന്നു പറഞ്ഞല്ലോ, അതുകൊണ്ടാ ചോദിച്ചത്. അത് അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്. 7ലോ മറ്റോ പഠിക്കുമ്പോൾ എൻ്റെ ഒരു കസിൻ എന്നെ കയറി പിടിച്ചു. നിലവിളിച്ചുകൊണ്ട് അമ്മയുടെ അടുക്കലേക്ക് ഓടി. അന്നു മുതൽ മരിക്കുന്നത് വരെ അമ്മ എന്നോട് ഒരു മന്ത്രമേ ഓതിയുള്ളൂ. ഇനി 16,008 കണക്കും പറഞ്ഞ് കള്ളകൃഷ്ണൻ വന്നാൽ പോലും ഞാൻ പറയും, കല്യാണം കഴിഞ്ഞിട്ട് മതി മോനേന്ന്. ഈ ഹരികൃഷ്ണൻ.com പോലും എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നടക്കില്ലാന്ന്. എന്നോടോ? ഈ സുന്ദര കുഷ്മണ്ഡത്തിനോട് എപ്പോഴും. ഈ കള്ളക്കണ്ണൻ എന്നെ കാണാൻ വരില്ലേ? വന്നടുത്തിരിക്കും. പുന്നാര വാക്കുകൾ ഓതി കരൾ നിറയ്ക്കും. വിരലുകൾ വികൃതി കാട്ടുമ്പോൾ ഞാൻ മെല്ലെ മാറും. അത് വേണ്ട കേട്ടോ, അത് മാത്രം വേണ്ട. നിനക്ക് കിറുക്കുണ്ടോ മീര? എനിക്ക് ശരിക്കും വട്ട. എനിക്ക് ഭയങ്കര വട്ട. ഗന്ധർവൻ കൂടിയ പെണ്ണാണെന്നാ അമ്മമ്മയും അച്ഛമ്മയും പറയാറ്. അവർ ജപിച്ചു തന്ന ഏലസ് ഇപ്പോഴും എൻ്റെ അരയിലുണ്ട്. രണ്ടു മൂന്ന് ഗന്ധർവന്മാരുമായി ഞാൻ ഇഷ്ടത്തിലായിരുന്നു. നിലാവ് പതഞ്ഞൊഴുകുന്ന രാത്രിയിൽ ഗന്ധർവൻ മെല്ലെ വരും. കിടക്കയിൽ നിന്ന് എന്നെ കോരിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകും. മിക്കപ്പോഴും അരുവി മുറിച്ച് കടന്ന് കാട്ടിനുള്ളിലേക്കാവും കൊണ്ടുപോവുക. പേരറിയാ കിളികളും കുയിലുമൊക്കെ പാട്ടുപാടുന്ന രാത്രിയിൽ ഗന്ധർവൻ്റെ കയ്യിൽ ഞാൻ പറ്റിച്ചേർന്ന് കിടക്കും. അയാൾ എന്നെ ഉമ്മ വെച്ചുണർത്തുന്നത് വരെ ഞാൻ കണ്ണു തുറക്കില്ല. അതൊരു കള്ള ഉറക്കമാ, എനിക്കിഷ്ടമുള്ള ഉറക്കം. അന്നേരം അയാൾ എൻ്റെ കാതിൽ എന്തൊക്കെയോ പറയും. മധുരം കിനിയുന്ന ആ വാക്കുകൾ എൻ്റെ ഉള്ളിൽ നിറയും. ചുണ്ടിൽ മറ്റൊരു ഈർപ്പം തട്ടുമ്പോൾ ഞാൻ കുതറിയോടും. എൻ്റെ ഗന്ധർവൻ ആരാന്നറിയോ? ആ രാത്രി ഞാൻ വായിച്ച പുസ്തകത്തിലെ കഥാനായകൻ. ഒരു ദിവസം മുതലോ, മറ്റൊരിക്കൽ രമണൻ. ഇപ്പോ സ്ഥിരമായി വരാറുള്ള ഗന്ധർവൻ ആരാന്നറിയോ? ഇതേ ഞാൻ കരുതിയതിലപ്പുറം ഭയങ്കര വട്ട്.
എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ കെട്ടുവോ? സോറി ഹരി, ഞാനൊരു പൊട്ടിപ്പെണ്ണ, ഒന്നും അറിയാതെയാ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് ഞാൻ. ഏറ്റവും വലിയ നിർഭാഗ്യവാനും ഞാൻ തന്നെ. എന്താ മാഷേ, ഇതൊരു സെന്റിമെന്റൽ ത്രാഷ് ആണല്ലോ. ഞാൻ നിനക്കായി മാത്രം ദൈവം സൃഷ്ടിച്ചവൾ. ആളുകൾ പറയും ഇക്കാലത്ത് പ്രണയമില്ലെന്ന്. പ്രണയമില്ലാത്ത കാലമോ? പ്രണയം അഗ്നിയാണ്. അതെവിടെയൊക്കെ ആളിപ്പടരുമെന്ന് പ്രവചിക്കാനാവില്ല. അതിൻ്റെ വീതികൾ നിർവചിക്കാനുമാവില്ല. ഒരു വല്ലാത്ത ദുരൂഹതയും നിഗൂഢതയുമുണ്ട് അതിനെപ്പോഴും. ഓരോ പ്രണയവും ഭിന്നമാണ്, ഒന്നിനെ പോലെയല്ല മറ്റൊന്ന്. ഈ മീരയ്ക്ക് ഒരു പ്രണയകഥ പറയാനുണ്ട്. നെയ്ം ഹരികൃഷ്ണൻ. പേര് കൊള്ളാം. വയസ്സ് 30 കഴിഞ്ഞു. ഇയാളെന്താ പെണ്ണോ വയസ്സറിയിക്കാതിരിക്കാൻ? ഇനി രണ്ടാം കെട്ടിനോ മറ്റോ ആണോ? ഇല്ലടി, ഫസ്റ്റ് ഹാൻഡ്. നീ താഴോട്ട് വായിക്ക്. എ സ്മാർട്ട് ആൻഡ് ഗുഡ് ലുക്കിംഗ് ഗൈ. അയാൾ തന്നെ പറഞ്ഞാൽ മതി അയാൾ സ്മാർട്ട് ആണെന്ന് ഹാൻസം ആണെന്നും ഒക്കെ. ഒരഴകിയ രാവണനാണെന്നാ തോന്നുന്നത്. അത് മമ്മൂട്ടിയല്ലേ? ഇക്ക അഴകിയും അഴകാതെയും ഇരിക്കും. എന്റെ ഫേവറേറ്റാ. അതേ തൊട്ട് മോള് കളിക്കണ്ട. 30 കഴിഞ്ഞ ആളെ നിനക്ക് പുച്ഛം. എന്നാ മമ്മൂട്ടി നിന്റെ ഫേവറേറ്റ്. അതെ, ഇത് കണ്ടിട്ടുണ്ടോ? ഇപ്പോഴും ചെറുപ്പാ. ഇന്ന് ഞങ്ങൾ തമ്മിൽ കാണും. ചില ഡയലോഗുകൾ കാച്ചു. ആഹാ, അതെവിടെ വെച്ച്? 7:30 ഒരു വടക്കൻ വീരഗാഥ ടിവിയില്. എന്താ പെമ്പിള്ളേരെ ഇവിടെ? കല്യാണ ചെക്കനെ തപ്പുക മമ്മ. ആർക്ക്? മീരയ്ക്ക്. 6 മാസം മുമ്പത്തെ പരസ്യ ഇന്നാ നോട്ടീസ് ചെയ്ത്. ഇതിനകം വല്ലവളുമാരി വന്ന് കൊളുത്തിട്ടുണ്ടാവോ? നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അതെങ്ങനെ? പാരീസിൽ ഡാഡ് എനിക്കൊരു ചെക്കനെ കണ്ടുവച്ചിരിക്കുകയല്ലേ. ഓ, പ്രിൻസ് ഓഫ് പാരീസ്. അയാളുടെ ഒടുവിലത്തെ കത്ത് അങ്ങനെയായിരുന്നു. നമ്മളെ കൊണ്ടുപോകാൻ ഡാഡ് വരും. വരാതിരിക്കില്ല. എന്നെ അത്രയ്ക്ക് ഇഷ്ടായിരുന്നു. നിന്റെ ഡാഡ്? എ ഡ്രീം. രാത്രിയിൽ ബിയർ പാർലറിൽ പണിയെടുത്തും ഒഴിവുകാലങ്ങളിൽ കടൽ തീരത്ത് ബ്ലാക്ക് മെറ്റൽസ് വിറ്റും നടക്കുന്ന ഒരു സായിപ്പ്. മമ്മയുടെ വയറ് നിറഞ്ഞപ്പോൾ സായിപ്പ് മമ്മയെ ഇന്ത്യയിലേക്ക് പറത്തി. മമ്മ ഈസ് സോ ഫെയ്ത്ത്ഫുൾ. മമ്മ പ്രസവിച്ചു. കുട്ടിക്ക് ഷീന മോറിസൺ എന്ന പേര് വിട്ടു. ഇപ്പോൾ ഒരു മേൽവിലാസത്തിലും ഇല്ലാത്ത സായിപ്പ് ഏതോ കടൽ തീരത്ത് കാണും പോലും. എഡ്യൂക്കേഷൻ MSc കമ്പ്യൂട്ടർ സയൻസ്. ലാംഗ്വേജസ് നോൺ ഇംഗ്ലീഷ്, ഹിന്ദി, ഫ്രഞ്ച്, മലയാളം. ആളൊരു തരികിടയാണെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയും ഭാഷ എന്തിനാ പഠിക്കുന്നത്? ഫിനാൻഷ്യൽ പൊസിഷൻ അത് ആവശ്യത്തിലേറെ ഉണ്ടെന്ന്. നീ അതൻ കള, വെറും പൊങ്ങച്ച. അടുത്തത് ഞാൻ പറയാം. സുന്ദരിയും വിദ്യാസമ്പന്നയുമായ നായർ മേനോൻ യുവതികളിൽ നിന്ന് ആലോചന. സ്ത്രീധനം പ്രതീക്ഷിക്കുന്നില്ല. ഒടുവിൽ പറഞ്ഞത് ശരിയാണ്. മൂപ്പർക്ക് ഡൗറി വേണ്ട.
അനുയോജ്യമായ കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ സ്ത്രീധനം ഒളിപ്പിച്ചിട്ടുണ്ട് മോളെ. നിനക്ക് തെറ്റി. സമുദായം ഏതുമാകാം. കാഴ്ചയ്ക്ക് സാമാന്യം തരക്കേടില്ലാത്തതും നിനക്കതുണ്ട്. ഓക്കെ. അംഗഭംഗമില്ലാത്തതും ഓക്കെ. കലയും സാഹിത്യത്തെയും കുറിച്ച് ഏറെക്കുറെ അറിവുള്ള, അത് വേണ്ടുവോളം ഉണ്ടല്ലോ, അപ്പൊ അതും ഓക്കെ. ഇന്റലിജന്റായ ഇന്റലിജന്റ് അടിവരെയുണ്ട്. പെണ്ണോ രക്ഷിതാവോ ആണ് അപേക്ഷിക്കേണ്ടത്. PS, തുടക്കത്തിൽ പെൺകുട്ടി നേരിട്ട് എഴുതുന്നതാണ് അഭികാമ്യം. ടു നോ ഈച്ച് അതർ. പരസ്പരം അറിഞ്ഞിട്ട് മതിയെന്ന്. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഐഡിയ. ഗുഡ് പ്രൊപ്പോസൽ. ദാ ചായ ഓടിച്ചിട്ട് വേഗം സ്ഥലം വിട്ടോ. ഷീനയുടെ അങ്കിൾ ഇപ്പം എത്തും. ഷീനയ്ക്ക് ഫ്രണ്ട്സ് ഉണ്ടാകുന്നത് അങ്കിളിന് തീരെ ഇഷ്ടമല്ല. എനിക്കിഷ്ടമാ, എല്ലാവരെയും ഇഷ്ടമാ, പ്രത്യേകിച്ചും പെൺകുട്ടികളെ. ഞാൻ ഇദ്ദേഹത്തിങ്ങളോട് എന്തെങ്കിലും മിണ്ടിയാൽ അപ്പ പ്രശ്നമാണ്. അകത്ത് പോകൂ. ഒന്ന് പരിചയപ്പെട്ടോട്ടെ. മീര മാഡത്തിന്റെ ഹോസ്റ്റലിൽ. മാഡത്തിന്റെ അല്ല, മേരി റോസി ലേഡീസ് ഹോസ്റ്റൽ. എന്റെ ഹോസ്റ്റൽ. ഇൻ മെമ്മറി ഓഫ് മൈ ലേറ്റ് വൈഫ് മേരി റോസി. മേഡം വെറും വാർഡനി. മീര എവിടെ? ഷീനയും ഞാനും ഒന്നിച്ചാ ജോലി ചെയ്യുന്നത്. വെറും ഷീനയല്ല, ഷീന മോറിസൺ. മോറിസ് മൈനർ എന്ന വണ്ടി കണ്ടിട്ടുണ്ടോ? പ്ലീസ്. അതിന്റെ ഒരു ഷേപ്പും കുണുങ്ങിയുള്ളൊരു പോക്കും. ഇറ്റ് ഈസ് വെരി 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 ഇൻട്രസ്റ്റിംഗ്. പ്ലീസ് ഒന്ന് അകത്ത് പോകുന്നുണ്ടോ? കൊച്ചു പെണ്ണുങ്ങളോടൊന്ന് സംസാരിക്കാൻ വാർഡനി സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? മീര, നിക്കടി. എന്താ നിന്റെ അങ്കിൾ ഇങ്ങനെ? എന്റെ അങ്കിളൊന്നും അല്ല, മമ്മയുടെ ഒരു ജാരൻ. ഞങ്ങൾക്ക് അഭയം തന്നിരിക്കുന്ന ഒരാൾ. ഐ എം സോറി. പിന്നെ harikrishnan.com വിടണ്ട കേട്ടോ. എന്താടി ഈ നേരത്ത്? നീ ഉറങ്ങിയോ? ആ, കുറച്ചിറങ്ങി. പറഞ്ഞു. ഓ, സമാധാനായി. ആ harikrishnan.com ഒരു മറുപടി കൊടുക്കണം. അയാളുടെ പൊങ്ങച്ചത്തിന് ഒരു ചുട്ട മറുപടി വേണം. എനിക്ക് ഉറക്കം വരുന്നില്ലടി. ഇത്രയ്ക്കാവുമോ ഒരു മനുഷ്യൻ്റെ അഹന്ത? നീ കുറച്ച് ഉറക്കമൊഴിക്കണം. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. നീ അതിനെ ഒന്ന് ആംഗ്ലീകരിച്ച് ഒന്ന് മെയിലയക്കാം. ഇനി നാളെ ആയാലേ ഞാൻ ആറി തണുത്തുപോകും. അത് പാടില്ലല്ലോ. പ്ലീസ്. വയസ്സ് 30 കഴിഞ്ഞ് സുന്ദരനാണെന്നല്ലേ പറഞ്ഞത്? കാണുന്നവന്റെ കണ്ണിലാണ് സൗന്ദര്യം. അതെഴുതിക്കോ. ഇനി കാണാൻ സുന്ദരനാണെന്ന് വെച്ചോ, തലയിൽ ആൾതാമസമില്ലെങ്കിലോ? ഇനി എന്നെക്കുറിച്ച് പേര് എഴുതിക്കോ. ഇരുനിറം, 23 വയസ്സ്, തുലാം 17 തികയും, ആയില്ല നക്ഷത്രം, ഹൈറ്റ് 5 അടി 3 ഇഞ്ച്, വെയ്റ്റ് 58 kg. അതൊക്കെ പറയണോടി? വേണം. അയാളെപ്പോലെ എങ്ങും തൊടാതെ പറയരുത്. കാര്യങ്ങൾക്ക് കൃത്യത വേണം. നമ്പർ 1 ക്വാളിഫിക്കേഷൻ MA മലയാളം. നാട്ടുമ്പുറത്തെ പള്ളിക്കൂടത്തിൽ പഠിച്ചുകൊണ്ടാവാം. ഇംഗ്ലീഷ് കുറച്ച് കമ്മിയാ. അതിൻ്റെ കോംപ്ലക്സ് എനിക്കുണ്ട്. നമ്പർ 2 കാസ്റ്റ്. സ്കൂൾ റെക്കോർഡിൽ അച്ഛനക്കോളം പൂരിപ്പിച്ചിട്ടില്ല. നമ്പർ 3 ഫാമിലി സ്റ്റാറ്റസ്. സഹ്യൻ്റെ താഴെ ചന്തമുള്ളൊരു മലയോര ഗ്രാമത്തിൻ്റെ സന്തതിയാണ് ഞാൻ. വളരെ കുറച്ച് വീടുകളും ആൾക്കാരുമുള്ള ആ ഗ്രാമത്തിലെ ഒരു കുഞ്ഞു വീട്ടിലെ ഞങ്ങൾ. അച്ഛൻ സേതുമാധവൻ, കൃഷി ഉപജീവനം. +1 പഠിക്കുന്ന അനിയൻ. ഞങ്ങളുടെ കുഞ്ഞൻ. അമ്മ മരിച്ചുപോയി. അച്ഛന് വേറെ കെട്ടാമായിരുന്നു. ഞങ്ങളും കൂടി പറഞ്ഞു നോക്കിയതാ, നടന്നില്ല. ഞങ്ങളുടെ കൂട്ടുകാരനെ കഴിഞ്ഞോളാം, അത് മതിയെന്ന് അച്ഛന്. എൻ്റെ തൊഴിൽ ഹലോ സർ, ഇത് ലെവിസിൻ്റെ റെപ്രസെൻറ്റേറ്റീവാ, മീര. ഒരു അപ്പോയിൻമെൻറ്റിനാ. ഒന്ന് വന്ന് കണ്ടോട്ടെ. നേരിൽ കണ്ടു പറയുമ്പോൾ സാറിന് ഈ സ്കീം ഇഷ്ടമാകും. സാർ ഇപ്പോൾ എവിടെയാ?
ഞാനിവിടെ അടുത്തുണ്ട് സാർ. ദാ ഇപ്പൊ എത്തി. താങ്ക് യു സാർ. ആർ യു മീര? യെസ് സാർ. യു ആർ വെൽക്കം. സോറി സാർ, ഞാൻ 5 മിനിറ്റ് ലേറ്റായി. എടോ, അത് മലയാളിയുടെ ശീലമാണ്. അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്താൽ സമയത്ത് വരില്ല. എനിവേ, ഇറ്റ്സ് ഓക്കെ. ഇരിക്കടോ. യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? കഴിച്ചു സാർ. ഓക്കെ, ഫൈൻ. ഇതാണ് സാർ ന്യൂ സ്കീം. എവറിത്തിങ് സീംസ് ബെനിഫിഷ്യൽ ടു മീ. യെസ് സാർ. ഓക്കെ, ഞാൻ ലോൺ അവെയിൽ ചെയ്തു. സപ്പോസ് ഡിഫോൾട്ട് ആയാൽ നിങ്ങൾ ഗുണ്ടകൾ വിടും. ഇല്ല സാർ, ഞങ്ങളുടെ ബാങ്ക്. ഞാൻ ഇതിൽ ചേർന്ന തനിക്കെന്തോ കിട്ടും? തൻ്റെ സാലറി എത്രയാ? 3000. ഒരു കസ്റ്റമറെ ചേർത്താൽ 100 രൂപ അഡീഷണൽ. എന്താ സാർ? നിങ്ങളുടെ ബോസ് നിങ്ങളെ ചീറ്റ് ചെയ്യാണ്. ദേ ആർ സിംപ്ലി എക്സ്പ്ലോയിറ്റിംഗ് യുവർ പ്രിറ്റി ലുക്സ്, സ്മാർട്ട്നെസ്, യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്. യു ആർ എ പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഇസ്ന്റ് ഇറ്റ്? യെസ് സാർ. ഫോർ വാട്ട്? $30-100. ഡ്രസ്, കോസ്മെറ്റിക്സ്, ഹോസ്റ്റൽ ഫീസ് ഒന്നിനും തികയില്ല. സാർ, ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് തന്നാ. നിങ്ങളുടെ ലോൺ ആർക്ക് വേണം? പിന്നെ സാർ, എന്തിനാ എന്നെ വരാൻ പറഞ്ഞത്? പറയാം. ഫോണിലൂടെ നിന്റെ ശബ്ദം, ഇറ്റ്സ് സോ സ്വീറ്റ്. ദ വേ യു പ്രസന്റ്, ഇറ്റ്സ് സോ ടെംപ്റ്റിംഗ്. ഞാൻ അങ്ങോട്ടൊരു ഓഫർ വയ്ക്കുന്നു. ഞങ്ങളുടെ കമ്പനി ചേരുന്നോ? ഇപ്പോൾ കിട്ടുന്നതിൻ്റെ ഇരട്ടി ബെനിഫിറ്റ് കിട്ടും. തനിക്ക് സമയമുണ്ടെങ്കിൽ വരൂ, നമുക്ക് മുറിയിലേക്ക് പോവാം. ഇങ്ങ് വന്നേ. മിസ്റ്റർ ഹരികൃഷ്ണൻ, ആള് വളരെ പ്രോംപ്റ്റാ. അന്നേരം തന്നെ നിനക്ക് റിപ്ലൈ അയച്ചിരിക്കുന്നു. ഫാന്റാസ്റ്റിക് റിപ്ലൈ. ഡിയർ മീര, I am very, very thankful to you for replying to my matrimonial ad. But what I've said is absolutely true. മലയാളത്തിൽ പറഞ്ഞാലും ഞങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ അഹങ്കാരിയുടെ ഭാഷയാണെങ്കിൽ അത് ഞാൻ വളർന്ന ചുറ്റുപാടിൻ്റെതാണ്. ബട്ട് ഇഫ് വാട്ട് യു ടോൾഡ് അബൌട്ട് യുവർ സെൽഫ് ഇസ് ട്രൂ, പക്ഷെ നിന്നെക്കുറിച്ച് നീ പറഞ്ഞത് ശരിയാണെങ്കിൽ അതൊരുതരം കോംപ്ലക്സിൽ നിന്നും ഉണ്ടായതാണ്. സ്കൂൾ റെക്കോർഡിൽ ജാതിയുടെ കോളം ഫിൽ ചെയ്തിട്ടില്ലാത്രേ. അതിൻ്റെ അർത്ഥം നീ SC ആണെന്നാണ്. ആണോടി? സൗന്ദര്യം കാണുന്നവന്റെ കണ്ണിലാണെന്ന് പോലും. ഈ സ്റ്റേറ്റ്മെന്റിൽ ഒളിപ്പിച്ചിട്ടുള്ളത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. നിന്നെ കണക്കൊള്ളില്ലെന്ന്. എന്റെ മീരക്കുട്ടിയെ കുറിച്ചാണ് ഈ തോന്നിവാസം പറച്ചില്. കണ്ടാ ഞാൻ ഒരു ചെപ്പക്കുട്ടിക്ക് ഇടർന്ന് കൊടുക്കും. ഈ സുന്ദരിക്കുട്ടിയെ ഞാൻ വേണേ കെട്ടിക്കോളാം. മിണ്ടാണ്ടിരിടി. ഇല്ല ഇല്ല. ഉറക്കമില്ലാണ്ടായോടി. സമയം കളയണ്ട, കലാപരിപാടി തുടങ്ങിക്കോ. ഹായ് മീര. പെൺകുട്ടികൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല. തൻ്റെ നാടിനെക്കുറിച്ചും അച്ഛനെക്കുറിച്ചുള്ള വർണ്ണനയിൽ നിന്ന് മനസ്സിലായി താനൊരു മലയാളം പെങ്കിളിയാണെന്ന്. പിന്നെ പക്ഷേ എനിക്കതിഷ്ടമായി. ഞാൻ നേരെ പറഞ്ഞുള്ളൂ, എൻ്റെ നാട് ഇഷ്ടാവും, ആർക്കായാലും ഇഷ്ടാവും. കുളിച്ചിങ്ങനെ ഈറനായി നടക്കാനാണ് ഇഷ്ടം. പക്ഷെ അച്ഛൻ സമ്മതിക്കില്ല.
മതി അച്ഛാ. ഇതുപോലൊരു ഗ്രാമം എൻ്റെ ഓർമ്മയിലുമുണ്ട്. പക്ഷേ എനിക്കവിടെ നരകമായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷകൾക്കൊപ്പം ഉയരാത്ത എന്നെ അവർ എല്ലാറ്റിൽ നിന്നും അകറ്റി. ഞങ്ങൾക്കിടയിൽ വെറുപ്പ് മാത്രം. അച്ഛൻ മരിച്ചിട്ടും പോയി കാണാൻ ഞാൻ കൂട്ടാക്കിയില്ലെന്ന് പറഞ്ഞാൽ വേണ്ട, ഇതൊന്നും ഇപ്പോൾ പറയേണ്ടതല്ല. പറഞ്ഞോളൂ. എന്താടി പെണ്ണെ, കുറെ നേരം ആയല്ലോ. ദേ, ഇതൊന്ന് വർക്കാവോ? ഏതാണ്ട്. ഞാനിതിവിടെ വെച്ച് നിർത്തുക. അപകട മേഖല ടച്ചായോ എന്നൊരു സംശയം. ഇനിയൊക്കെ ആളെ കണ്ടിട്ട് മതി. എങ്ങനെയാ കാണുക? വെയിറ്റ്, ജസ്റ്റ് എ മോമെന്റ്. സുന്ദരനാണല്ലോടി. ഞാൻ ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തു തരാം. ദേ വരുന്നു പിന്നെയും ചിത്രങ്ങൾ. ഇയാൾ സിനിമയ്ക്ക് ചാൻസ് എഴുതി നടക്കുന്ന ആളാണെന്നാ തോന്നുന്നത്. നിനക്ക് വേണമെങ്കിൽ പറ, ഞാൻ എടുത്തോളാം. എന്നെ ഇഷ്ടായോ? ഹോബീസ്. ചെറുപ്പത്തിലെ കളരി പഠിച്ചു. പെൺകുട്ടികളെ ആകർഷിക്കാൻ, നല്ല സ്ട്രക്ചറിന് വേണ്ടി. പഠിച്ചു തുടങ്ങിയപ്പോൾ സീരിയസ് ആയി. പെൺകുട്ടികളെ മറന്നു. ഇതെൻ്റെ പൊതു സ്വഭാവം കൂടിയാണ്. എല്ലാം തമാശയ്ക്ക് തുടങ്ങും, പിന്നെ സീരിയസ് ആകും. കളരി എൻ്റെ ജീവനും വിധിയുമൊക്കെയായി. പുസ്തകങ്ങൾ ഏതൊക്കെയാണ് ഇഷ്ടം? കിട്ടുന്നൊക്കെ വാരി വലിച്ചു വായിക്കുന്ന ശീലമുണ്ടായിരുന്നു. പോയട്രീസ്, റൊമാൻറ്റിക് പോയട്രീസ്. ഇപ്പോൾ റീഡിങ് തീരെയില്ല. പുസ്തകങ്ങളാണ് എൻ്റെ ജീവൻ. അത് കഴിഞ്ഞ പാട്ട് കേൾക്കൽ. പാട്ട് എൻ്റെ കൂട്ടുകാരനാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ എൻ്റെ അടുത്ത കൂട്ടുകാരൻ. പാടുവോ? ഇഷ്ടമുള്ള ആൾ അടുത്തുള്ളപ്പോൾ നിശബ്ദത പോലും സംഗീതമാകും. താനത് കേൾക്കുന്നില്ലേ? ബാസുരേ ബാസുരേ ബാസുരി ശ്രുതി പോലെ നിൻ സ്വരം കേൾക്കേ. ബാസുരി ശ്രുതി പോലെ നിൻ സ്വരം കേൾക്കേ. ഒരുപാടെനിക്കിഷ്ടമായി. ബാസുരി ശ്രുതി പോലെ നിൻ സ്വരം കേൾക്കേ. ഒരുപാടെനിക്കിഷ്ടമായി. ബാസുരേ ബാസുരേ
ആഷാഢ പൗർണമിയിലേറും നിലാവിൽ നിൻമുഖം ഏറെ ഇന്നിഷ്ടമായി. ബാസുരേ 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 ശ്രുതി പോലെ നിൻ സ്വരം കേൾക്കേ ഒരുപാടെനിക്കിഷ്ടമായി. മഴമേഘക്കുളിരിൽ മതിമറന്നാടുന്ന ഹർഷമയൂരമാണെന്റെ ജന്മം. ആശാമയൂരമായി നീ പീലി നീർത്തവേ ഒരു പേലിയാകുവാനെന്തു മോഹം. ഓ ബാസുരേ ബാസുരേ ബാസുരി ശ്രുതി പോലെ നിൻ സ്വരം കേൾക്കേ ഒരുപാടെനിക്കിഷ്ടമായി. അതു ചേർന്നു കേൾക്കും സാന്ദ്രമൃദംഗമിൻ ജീവന്റെ ആദിത്താളം. ഓ ബാസുരി എന്താണ് നിറങ്ങളോട് ഈ അടുപ്പം? നിറങ്ങൾ, അതിൽ കറുപ്പാണ് എനിക്കിപ്പോൾ ഇഷ്ടം. അതെന്താ ഇപ്പോ ഇഷ്ടം? നിറങ്ങളോടുള്ള ഇഷ്ടം കാലത്തിനൊപ്പം മാറിക്കൊണ്ടിരിക്കും. കുട്ടികൾക്ക് കടുത്ത നിറങ്ങളോടാണ് കമ്പം. എല്ലാ നിറങ്ങളും ചാലിച്ച ഒരാകാശമാവും യുവാക്കളുടെ പ്രണയത്തിന്. എനിക്ക് വയലറ്റാ ഇഷ്ടം. ചുവപ്പിൻ്റെയും നീലയുടെയും കലർപ്പാണ് വയലറ്റ്. വാം ആൻഡ് കൂൾ. രതിയുടെയും നിരാസത്തിൻ്റെയും നിറങ്ങൾ. ഗന്ധം പെണ്ണിൻ്റെ മണം. ഏയ്, പിച്ചിയും ചെമ്പകവും ഇതൊക്കെ പെണ്ണിൻ്റെ ഗന്ധവുമായി ചേർന്നതാണ്. എന്താ എന്നെ കുറിച്ച് കരുതിയത്? ഇഷ്ടപ്പെട്ട ഗന്ധത്തെ കുറിച്ച് ചോദിച്ചപ്പോ എന്ത് വഷളത്തരം പറയാമെന്നോ? ഇതിലൊരു വഷളത്തരവും ഇല്ല. ഇഷ്ടം ചോദിച്ചു, എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു. വലിയ അനുഭവക്കാരൻ. അതെ, എനിക്കൊരു മുറപ്പെണ്ണുണ്ട്. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഞാൻ പിന്നെ ഉറക്കം പടിപ്പുരയിലോ കളരിത്തറയിലോ ആണ്. രാത്രിയിൽ ഭക്ഷണം ഒളിപ്പിച്ചെത്തുന്ന അവളുടെ ഗന്ധം ഞാൻ ഈ പറഞ്ഞ പിച്ചിയുടെയോ ചെമ്പകത്തിൻ്റെയോ ഒക്കെ ആയിരുന്നു. ചില നേരങ്ങളിൽ അത് വെരുകിൻ്റെ ഗന്ധം പോലെ എന്നെ മത്ത് പിടിപ്പിക്കും. അതായിരുന്നു ആദ്യ അനുഭവം. പിന്നെ എന്നോടൊപ്പം നൃത്തം ചെയ്ത പ്രീത ശേഷാദ്രി. മതി. ഇത്രയും ദൂരത്ത് നിന്ന് എന്നെ വിളിച്ചു വരുത്തിയത് വഴക്കടിക്കാനാ? അതിന് ഇയാളുടെ വീരശൂര പരാക്രമങ്ങൾ കേട്ട് ഞാൻ പുളകം കൊള്ളണോ? നമ്മൾ തമ്മിൽ യാതൊരു മറകളും പാടില്ലെന്ന് പറഞ്ഞത് താനാണ്. തൻ്റെ മുന്നിൽ ഞാൻ ഒന്നും ഒളിക്കുന്നില്ല. ഇത്രയും പ്രായമായ ഞാൻ സ്ത്രീ അറിയില്ലെന്നാണ് പറയണോ? ഹലോ ഹരിശ്ചന്ദ്രൻ സാറേ, നമുക്കിതിവിടെ വെച്ച് നിർത്താം.
നഭസി മനസി നഭസി മാധി ധാരാ. എന്റെ കൂടെ പോരുന്നോ? എന്റെ നൃത്തത്തിനൊപ്പം നിങ്ങളുടെ മേഭ്യാസവും അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ ഇയാളെ ദത്തെടുക്കുന്നു. എന്നിട്ടൊരു ദിവസം ആർപ്പ് വിളിയോടെ ഈ നാട് ഇയാളെ സ്വീകരിക്കുന്ന ആ ദിവസം ഞാൻ ഇയാളെ കൊണ്ടുവരും. ഹരിയുടെ അച്ഛൻ വലിയൊരു വ്യവസായിയാണ്, ആഠ്യത്വം കൂടും. നിങ്ങളുടെ തറവാടും പേര് കേട്ട് തന്നെയല്ലേ, പ്രശസ്തിക്കും കുറവില്ല. അപ്പോ മൂപ്പരെന്ന് കാണുന്നത് കൊണ്ട് കാണാം. ഞാൻ സമ്മതം വാങ്ങിച്ചോളാം. വേണ്ട, ഞാൻ വന്നോളാം. ഗുഡ്. 1 2 3 1 2 3 4 1 2 3 1 2 3 4 1 2 3 1 2 3 4 1 2 3 1 2 3 4 1 2 3 1 2 3 4 1 2 3 1 2 3 4 1 and 2 and 3 and 4 and 1. Are you okay? കുഴപ്പമില്ല. I'm fine. Okay. ഇനി എൻ്റെ ഭൂമിയും കടലും നക്ഷത്രവും ആകാശവും കിനാവിൻ്റെ കുതിരകളും നീ മാത്രം. ഇപ്പോൾ നിൻ്റേതല്ലാത്ത ഒന്നും എന്നിൽ ഉദിക്കുന്നില്ല. ഞാൻ നീയല്ലാതെ മറ്റൊന്നുമല്ല. അവിടെ കിനാവിൻ്റെ കുതിരകൾ രതിയുടെ തേരുമായി പായുമ്പോൾ അതിനുള്ളിലും പാതി മറച്ച മുഖവുമായി നീ എന്തിനെയോ ഭയക്കുന്നു. പ്രണയഗീതകങ്ങളിൽ ഊഞ്ഞലാടുന്നവനെ, നിന്റെ വാക്കുകളിലേറെയും രതിയാണല്ലോ. ഭിക്ഷ ചോദിക്കുന്നവന് നൽകാതെ വാക്കുകൾ ഏതോ മൺകുടത്തിൽ ഒളിപ്പിച്ചവളെ, മഞ്ഞ് പുൽത്തട്ടിലിരുന്ന് വീഴുമ്പോൾ വന്നു വീഴുന്നു നിന്നാത്മാവിലും കവിതകൾ. ഇത് കിനാവല്ലിതു പുലമ്പും ഭ്രാന്തുമല്ല. പ്രണയമേ, നീ എന്നിലിങ്ങനെ പുലരിമണമായി പൂവിടുമ്പോൾ ഈ ഭൂമി നിന്നുടെ പേരു ചൊല്ലി വസന്തമാകും. താരകങ്ങൾ പ്രേമമെന്ന വീണമീട്ടും. നാം ഒരേ ശ്രുതി, നാം ഒരേ രതി, നാം അനശ്വര സ്നേഹലഹരി. പ്രപഞ്ചം കൈവിട്ടുള്ള നിന്റെ ഈ നടത്തയിൽ നിന്നോടൊപ്പം ഇപ്പോൾ ഞാനുമുണ്ട്. നീ അതറിയുന്നില്ലെന്ന് മാത്രം. ഹേയ് പ്രവാചക, അകക്കണ്ണുകളിലെല്ലാം അറിയുന്നവനെ, എനിക്ക് ഈ നടത്തം ഇഷ്ടമാണ്. നീ ഇപ്പോൾ എവിടെയാണ്? ഇമെയിൽ സന്ദേശം അയക്കുന്നവൻ ലോകത്തിന്റെ കോണിൽ എവിടെ ഉണ്ടാകാം. ആ, ഇപ്പോൾ നിന്റെ തൊട്ടു പിറകിലുണ്ടെന്നും വരാം. നിന്നോട് പറഞ്ഞിട്ടില്ലടി ഇത്രയേറെ ചാണ്ടാന്ന്. അങ്ങോട്ട് മാറ്. You hold this. Sit upright. Hold your back straight. ഇങ്ങനെ. Understand? Music. ബാലു, ദൈവത്തെ ഓർത്ത് ഇവിടെ ശ്രദ്ധിച്ച് നിൽക്കൂ. എന്താ വേണ്ടതെന്ന് പറയൂ. I am at your service. Start with number 7. Okay. Lights. Wait. 1 minute. Put on the bloody lights. അവളുടെ അമ്മയുടെ ഒരു ലൈറ്റ്. ലൈറ്റും മ്യൂസിക്കും പുറത്തേക്ക് തള്ളുന്ന സ്പീഡ് ഞാൻ മാത്രം നിശ്ചയിക്കുന്നതല്ല. ബിൽ ഗേറ്റ്സ്, അമേരിക്കൻ ഉരുപ്പടി, അയാൾ കൂടെ വിചാരിക്കണം. നീ ഇങ്ങനെ തൊള്ള കയറി BP കൂട്ടാതടി. 1 മിനിറ്റ് എനിക്കും കൂടെ താ. ക്ലിക്ക് ചെയ്യടാ കഴിവേറി.
എന്താണ് ഇളിച്ചു നിൽക്കുന്നത്? ഗെറ്റ് റെഡി. ഈ സി ഡിയിൽ കണ്ടത് തന്നെ ധാരാളം. പിന്നെ ഇതൊക്കെ കാണിക്കുന്നത് ആളൊരു ക്യാമനാണെന്ന് വരുത്താനോ? എത്ര കഠിനമാണ് എൻ്റെ ജീവിതമെന്ന് നേരിട്ടറിയാൻ. ഇയാളുടെ ആ മോഹിനി ടീച്ചറുടെ നീ എന്നുള്ള വിളിയും അട്ടഹാസവും അത്ര പിടിക്കുന്നില്ല. ആ, അവരങ്ങനെയാ. സ്റ്റേജിൽ അവരൊരു ടെററാ. ഭർത്താവ് ബാലു പോലെ നിന്ന് വിറയ്ക്കും. അയാളൊരു കോന്തൻ. പക്ഷേ ഓഫ് സ്റ്റേജിൽ മിക്കപ്പോഴും അവരൊരു അമ്മയെ പോലെയാ. ഓ, അതിനുള്ള പ്രായമൊന്നുമില്ല. അവർ പറഞ്ഞു അമ്മയെ പോലെയാണെന്ന്. പറയില്ല, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് കണ്ടാലറിയാം. മറ്റേ കുട്ടി എങ്ങനെ? ഒരു ചുറ്റിക്കളിക്ക് വകയുണ്ടല്ലോ. എന്നെ ഇഷ്ടമായിരുന്നു. എന്നോടൊപ്പം നൃത്തം ചെയ്യുമ്പോഴൊക്കെ അവൾ സ്വയം മറക്കും. അതിന് അമ്മയുടെ ശകാരം എത്ര കേട്ടു എന്നോ. ഇത്രയൊക്കെ സുഖമായിട്ട് പിന്നെ സാറന്തിനെ അവിടെ വിട്ട് വന്നത്? വിധി. ദൈവം ശപിച്ചാണ് എന്നെ ഭൂമിയിലേക്ക് അയച്ചത്. ഞാനുമായി അടുത്തവരുടെയൊക്കെ സ്നേഹം ദൈവം തട്ടിപ്പറിച്ചു. ആദ്യം എൻ്റെ അമ്മയുടെ, പിന്നെ മോഹിനി ടീച്ചർ, പ്രീത ശേഷാദ്രി. മീര, എനിക്ക് ഭയമാണ്. നിന്റെ ഈ ഇഷ്ടവും ഇതിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? എല്ലാ ആണുങ്ങളും കണക്കാ. മീര, നീ എന്റേതല്ലേ. പരസ്പരം നിയന്ത്രിക്കാൻ പറ്റാത്ത നിമിഷം അപ്പോഴല്ലേ എല്ലാം മറക്ക, നമ്മളൊന്നാക. ഇത്തരം നമ്പറുകളിൽ വീഴുന്നവളല്ല മീര. കുറ്റം എന്റേതാണ്. ഏതിഷ്ടത്തിന്റെ പേരിലാണെങ്കിലും വിളിച്ച കൂടെ പോകുന്ന പെണ്ണിനോട് ഏതാണോ ഇങ്ങനെ പെരുമാറൂ. സോറി, ഡോണ്ട് ബി അപ്പോളജറ്റിക്കൽ. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ? സമ്മതിച്ചു, എനിക്കതിഷ്ടമാണ്. എങ്കിൽ നിങ്ങളുടെ കൂട്ടരെൻ്റെ അച്ഛനെ വന്ന് കാണണം, സമ്മതം വാങ്ങണം. എൻ്റെ അച്ഛൻ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ തലകുനിച്ചു തരുള്ളൂ. മറിച്ചാണെങ്കിൽ ഞാൻ നിങ്ങളെ മറക്കും. ഞാൻ വന്ന് ചോദിക്കാം, എപ്പോഴാ വരണ്ടേ? ഞാൻ വന്ന് ചോദിക്കേ? സ്വന്തക്കാരായിട്ട് ആരുമില്ലേ? ഞങ്ങൾക്ക് കുറച്ച് പണത്തിന് കുറവുണ്ട് എന്ന് വെച്ചു. എടോ, എനിക്ക് വലിയ അംഗത്തേമാർ സ്വന്തക്കാരായുണ്ട്. പലരെ എനിക്ക് അറിയും കൂടിയില്ല. വിളിച്ചാ വരും, വാടകയ്ക്ക് എടുക്കുന്ന പോലെ. വന്നാലോ അന്നേരം തുടങ്ങും കുടുംബ മഹിമയും കുറ്റം പറിച്ചലും. എന്തിനാ അതൊക്കെ? ഞാൻ വന്ന് നിന്റെ അച്ഛനോട് സമ്മതം ചോദിച്ചാ പോരെ? എന്നാ അത് വേഗം വേണല്ലേ? ഈ ഞായറാഴ്ച തന്നെ ആവട്ടെ. ഈ ഞായറാഴ്ചയോ? നിന്റെ പുന്നാരം പറച്ചിലിന് കോഴി നിന്നേറിയല്ല മോളെ. ഇതിനെ കൊല്ലണ്ടച്ചാ, മീൻ കിട്ടിയില്ല, അത് മതി. നീ ആയി നിന്റെ അവനായി ഒക്കെ നിന്റെ ഇഷ്ടം പോലെ. വീട്ടിൽ ആദ്യമായി വരുന്നവരെ നന്നായി ഊട്ടുക, അതേ എനിക്കുള്ളൂ. ഇങ്ങനെ ചാടി കയറി ഉറപ്പിക്കല്ലേ അച്ഛാ. ആളെ കണ്ട് ഇഷ്ടമായ മാത്രം മതി. എങ്ങനെയാ എനിക്ക് ഇഷ്ടമാകേണ്ടത് അതുകൂടി പറഞ്ഞു നമ്മളെ. നിങ്ങളെ പോലെ പ്രേമിച്ചു തുടങ്ങാൻ ഞങ്ങൾക്ക് കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഒന്നുമില്ലായിരുന്നു. എങ്കിലും ഒറ്റത്തടി പാലമുള്ള ചെറുത്തോടും എന്തിന് കൈതക്കാടൊന്ന് പൂത്ത് നിന്നാ മതി, ഞങ്ങൾക്ക് ഇഷ്ടം താനേ വരും. അങ്ങനെയും ഒരു ഭൂതകാലമുണ്ടല്ലേ. നമുക്കേ ഒരു നാടൻ ശാപ്പാട് കൊടുക്കാം. കപ്പ പുഴക്കും മുളക് കറിയും മുട്ട പുഴുങ്ങിയതും സ്നാക്സ്. എന്നാ കുറച്ച് കള്ളും കൂടി കരുതിയാലോ? ആ കെയർ ഓഫിൽ ഇത് നടക്കില്ല. നമ്മുടെ വെൽക്കം ഫുഡ് കഴിഞ്ഞാ മീൻ വറ്റിച്ചതും ഉണക്കമീൻ വറുത്തതും ചോറും പിന്നാലെ. നിന്നെ കൊണ്ട് ഒറ്റയ്ക്കാവോ മോളെ ഇതൊക്കെ ഉണ്ടാക്കാൻ? ഞാൻ ഒറ്റയ്ക്കോ? അച്ഛനും കൂടില്ലേ, പിന്നെ കുഞ്ഞിനും. നമുക്കെല്ലാവർക്കും കൂടി അടിപൊളി എത്നിക് ഫുഡ് ഉണ്ടാക്കാം. ഓ ശരി.
ചെക്കനെ കാണാനില്ലല്ലോ. ഹലോ, എന്നെ ഉദ്ദേശിക്കും ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. വെയിലും ഉണ്ട് മാത്രം മിച്ചം. ഉച്ചക്കത്തെ വണ്ടിയും വന്നു. അല്ല, ഇനിയൊരു ബസ് ഉണ്ടല്ലോ. ചിലപ്പോ കാറിൽ പുറപ്പെട്ടിട്ടുണ്ടാവും. സൂക്ഷിച്ച്. ഇതാ മീരാഭവനം. ഹരിയിരിക്കെ. ആ, ഇവനാ കുഞ്ഞൻ, ഇവിടുത്തെ കാർന്നോര്. നിങ്ങളെങ്ങാത്ത ഉച്ചക്ക് കുറെ വെയിലുണ്ടവനാ ഞാൻ. ഈ നാടിനെ കുറിച്ച് മീര വാദോരാത പറഞ്ഞപ്പോ ഞാൻ കരുതിയില്ല ഇത്രയും ഭംഗിയുണ്ടാവുന്നു. റിയലി ഫാന്റാസ്റ്റിക്. അന്തിവേലിലെ കാഴ്ചക്കാ ഭംഗിയേറുക. അതാ ഞാൻ ഈ വണ്ടി വന്നത്. ചായ എടുക്കട്ടെ? ഇപ്പൊ വേണ്ട. നമ്മുടെ നാണുനായരുടെ ചായപ്പീടിയ കണ്ടപ്പോ ഇയാൾക്കൊരു മോഹം അവിടുന്ന് ഒരു ചായ കുടിക്കണോന്ന്. എന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളും രുചിയുമാണ് എനിക്ക് തിരിച്ചു കിട്ടിയത്. മേലാകെ പൊടി പിടിച്ചിരിക്കുക. ഞങ്ങൾ പുഴ പോയി ഒന്ന് മുങ്ങി വരാം. അയ്യോ അച്ഛാ, പരിചയമില്ലാത്ത ആളാണ്. അല്ലേ, പുഴ മുങ്ങണോന്ന് ഇയാളാ പറഞ്ഞത്. ഹലോ, ഞാനും ഒരു നാട്ടുപുറത്തുകാരനാടോ. ഈ മരക്കൊമ്പത്തിൽ നിന്ന് ചാടി കഴുത്ത് ഉയർത്തിപ്പിടിച്ചൊരു നീന്തലല്ലേ, അതും എന്റെ ഓർമ്മയിലുണ്ട്. പുഴയിലൊക്കെ ഇപ്പൊ അഴുക്ക, പനി പിടിക്കാൻ എളുപ്പമാണ്. എന്റെ അമ്മോ, ഇപ്പഴേ ഇങ്ങനെ ആയാലേ. കുറച്ചുകൂടെ ആവാം. മതി, വയറിനെന്തെങ്കിലും. തിന്നാൻ കൂടെ സമ്മതിക്കില്ലേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? ഇനി എന്തൊക്കെയാ ചിട്ടവട്ടത്തിലുള്ളത്? കൈതച്ചക്ക ഇട്ട് വെച്ച പുളിശ്ശേരി ഉണ്ട്. ചോറൂടെ വിളമ്പോണേ. ഇട്ടോളൂ. കണ്ടതുപോലെ അല്ലല്ലോ. അമ്മയില്ലാത്തതുകൊണ്ട് കൊച്ചില് തന്നെ ഇവള് വയ്ക്കാനും വിളമ്പാനും ഒക്കെ പഠിച്ചു. അച്ഛനെ അസല് കുക്ക്, ഞാൻ കയ്യാൾ. അയ്യോ മതി. ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്കത്തെ വണ്ടിക്ക് തന്നെ വരണമെന്ന്. ഒറ്റ ലോഡ്ജ് പോലും ഇല്ലാത്ത പട്ടിക്കാടാ. പെണ്ണ് ചോദിച്ചു വരുന്ന ആളെ അവളുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഏർപ്പാട് ഈ നാട്ടിലില്ല. 3-4 പത്രം അങ്ങ് തരും. അതും വിരിച്ചിട്ടേ വെയിറ്റിംഗ് ഷെഡിൽ കിടന്നു. എന്നിട്ട് കാലത്തെ വണ്ടിക്ക് തന്നെ വിട്ടോ. അല്ല, എന്താ ഒരു അടക്കം പറച്ചില്? രാത്രി തന്നെ പോണമെന്ന്. വെയിറ്റിംഗ് ഷെഡിലാ ഉറക്കം. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വേണമെന്ന്. നീ ഇയാളോട് പറയുന്നതൊക്കെ ഞാൻ കേട്ടു. നിങ്ങൾ കണ്ടുമുട്ടിയതും ഇയാളിവിടെ വന്നതൊന്നും നാട്ടുനടപ്പനുസരിച്ചല്ലോ. നിന്റെ മുറി ഇയാൾക്ക് ശരിയായി കൊടുക്ക്. നീ പോയി കുഞ്ഞിന്റെ മുറി കിടന്നു. ഞാനും കുഞ്ഞിനും ഒന്നിച്ച് കിടന്നോളാം. ഇങ്ങനൊരു രാത്രി പ്രതീക്ഷിച്ച് തന്നെയാ ഞാൻ അവസാനത്തെ വണ്ടിക്ക് വന്നത്. ആ പ്രതീക്ഷയിൽ ഇനി എന്തൊക്കെയുണ്ട് ബാക്കി? നിലാവുള്ള രാത്രിയിൽ നിന്റെ മടിയിൽ തലവെച്ച് പുലരും വരെ നമ്മുടെ സ്വപ്നങ്ങൾ ഓരോന്ന് പറഞ്ഞ് വിവാഹത്തിന് മുമ്പ് അങ്ങനെ ഒരു അനുഭവം വേണം തോന്നി. 10 മണിയായാൽ എനിക്ക് ഉറങ്ങണം. സ്വപ്നം കണ്ടിരിക്കാനൊന്നും എന്നെ കിട്ടില്ല. വേണ്ട, താൻ ഉപയോഗിക്കുന്ന പില്ലോ അല്ലേ, തന്റെ സാന്നിധ്യം അതിലുണ്ടാവും. എണ്ണമെഴുക്കിന്റെ നാറ്റമാ ഇതില്. പൊടിയെങ്കിലും ഒന്ന് തട്ടിക്കോട്ടെ. ആ മുറിയിലെ എന്റെ കിടപ്പ്. ഞങ്ങൾക്ക് ജനാല അടയ്ക്കുന്ന ശീലമില്ല. അടച്ച ആകെ വിമിഷ്ടമാവും. ആ സൗകര്യത്തിന് അങ്ങോട്ടൊന്ന് തട്ടേം മുട്ടൊന്നും ചെയ്യരുത്. ഉറക്കത്തെയും വിളിച്ചു ആകെ ചളവാം കേട്ടോ. കഷ്ടപ്പെട്ട് ഇത്രയിടം വന്നല്ലേ, ഇതോടെ കിട്ടിയില്ലെങ്കിൽ ആകെ വിഷമായനല്ലേ. അവസാന വണ്ടിയും വന്നു പോയി. പരിചയമുള്ളവർ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി കാണും, അതാ വരാത്തത്. ഒരു 10 തവണയെങ്കിലും പറഞ്ഞുറപ്പിച്ചതായി വരവ്. അച്ഛാ, കൈ കഴിയുക, നമുക്ക് കഴിക്കാം. ഞാനൊന്ന് നോക്കട്ടെ. തരാം, വലിക്കാതെ തരാം. എന്തോ പറ്റിയിട്ടുണ്ട്. ഹലോ, ഇങ്ങ് വന്നേ. ആ ഹരികൃഷ്ണൻ 7-8 തവണയായി ഫോൺ ചെയ്യുന്നു. ആ
ദേ ഇതും അയാള് തന്നെയായിരിക്കും. എനിക്കാരുടെയും ഫോൺ വേണ്ട. ഓഹോ, ഇമെയിൽസ് ഉള്ളലും ഉറക്കൊള്ളച്ച് മൊബൈലിൽ വർത്താനം പറച്ചിലും എന്ത് പറ്റി? നാട്ടിൽ പോയി വന്നപ്പോ ഒരു മാറ്റം. എനിക്കാരോട് സംസാരിക്കണ്ട. ഞാൻ ഉറങ്ങാൻ പോവാ. എന്നെ ആരും വിളിക്കണ്ട. ആരുടെയും ഫോണും വേണ്ട. അവൻ അടങ്ങുന്നു തോന്നില്ല. അപ്പൊ എനിക്കാവും തൊന്തരവ്. എനിക്കൊന്നും ചെയ്യാനില്ല. എന്നാ എനിക്ക് വിട്ടേരെ. ചങ്കേ തറയ്ക്കുന്ന മറുപടി. കൊറേ കാലം ഏതൊക്കെ ഒന്ന് പുറത്തെടുത്തിട്ട്. ഹലോ, മേരി റോസി ഹോസ്റ്റൽ. മീരെ വേണോന്നോ? എന്തിനാടാ നായിന്റെ മുന്നേ? പുഴുങ്ങി തിന്നാനോ? സോറി സാർ, അച്ഛനാ. അച്ഛാ, ഞാനിപ്പോ എത്തിയതേ ഉള്ളൂ. എനിക്കൊരു സങ്കടവും ഇല്ല അച്ഛാ. അച്ഛൻ സമാധാനായിട്ടിരിക്കുക. ആ കുഞ്ഞിനും കൂടെ ഉണ്ടോ? അവനെന്നാ സ്കൂളിൽ പോയില്ലേ? എടാ, നീ എന്താടാ അച്ഛൻ്റെ കൂടെ കൂടിയത്? ചേച്ചിക്കൊന്നുമില്ലടാ മോനെ. നീ എന്തിനാ കരയുന്നേ? പോടാ പോടാ കഴുതേ. ഫോൺ വെച്ചിട്ട് പോടാ. മീരയുടെ ഹരിയായത്. നിന്നെ പോലെ സങ്കടം എനിക്കുമുണ്ട്. എനിക്ക് നിന്നെ കാണാൻ, ഓടി വരാൻ ആഗ്രഹമില്ലെന്നാണോ? ദൈവത്തിന് എന്നോട് പകയാണ്. എല്ലാ സ്നേഹവും എന്നിൽ നിന്ന് തട്ടിപ്പറിക്കുന്നു. എനിക്ക് നിന്നോട് സംസാരിക്കണം, എല്ലാം. ഒരുപാട് നുണകൾ പറഞ്ഞ് നിന്റെ മുന്നിൽ ആടിയവനാണ് ഞാൻ. ഇനിയും എനിക്കത് തുടരാൻ വയ്യ. ഇപ്പോഴെങ്കിലും നിന്നോട് നേര് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് കാണണ്ടേ? ഇതാ നോക്കൂ. ഇല്ല, ഇവിടെ നിന്ന് എഴുന്നേറ്റ് നിന്റെ അടുക്കലേക്ക് വരാൻ എനിക്കാവില്ല. 7 മാസമായി ഞാൻ ഈ അവസ്ഥയിലായിട്ട്. നാട്ടിലെയും വിദേശത്തുമുള്ള ഡോക്ടർമാർ ഒരുപോലെ പറഞ്ഞു, എൻ്റെ കാലുകൾക്ക് ഇനി ചലനമുണ്ടാകില്ലെന്ന്. ലോകങ്ങൾ കീഴടക്കാൻ എൻ്റെ ഈ കാലുകൾക്കാവുമെന്ന് അഹങ്കരിച്ച ഞാൻ, ദുസ്സഹമാണ് ഈ അവസ്ഥ. ജീവിതം ആഘോഷിച്ച് നടന്ന ഞാൻ ഇവിടുത്തെ മടുപ്പിൽ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ കണ്ട വഴിയാണ് എൻ്റെ ആ മാട്രിമോണിയൽ പരസ്യം. പെൺകുട്ടികളുമായി കുറേ നേരമെങ്കിലും സംസാരിച്ചിരിക്കാനുള്ള ഒരു ഉപായം. എന്നെ മടുത്തിട്ടോ എനിക്ക് മടുത്തിട്ടോ പലരും പാതി വഴിയിൽ അവസാനിപ്പിക്കുകയാണ് പതിവ്. പക്ഷേ താൻ മാത്രമാണ് ഇത്രയും കാലം തൻ്റെ കുറുമ്പും പിന്നെ താൻ സൃഷ്ടിക്കുന്ന സ്വപ്നലോകവും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അന്നേരം ഞാൻ അരയ്ക്ക് താഴെ തളർന്നവനല്ലാതാകും. എൻ്റെ കാലുകൾക്ക് ചലനം വയ്ക്കും. ഞാൻ നിന്റെ ഗന്ധർവനായി ഓടിയെത്തും, നിന്നെ കോരിയെടുക്കും. ആ മനോഹര സ്വപ്നങ്ങളെ ആർക്കാണ് തകർക്കാനാകുക? പക്ഷേ എനിക്കിന്നത് തകർത്തേ പറ്റൂ മീര. സ്വപ്നങ്ങളുടെ മായക്കാഴ്ചകളിൽ നീ യാഥാർത്ഥ്യങ്ങളുടെ വീട് പണിയുന്നത് ഞാൻ അറിയുന്നു. ഇനിയും അത് തുടർന്നാൽ ഒരു നാൾ നേരറിയുമ്പോൾ നിനക്കത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. മീര,
നീ എന്നോട് പൊറുക്കണം. നിന്നെ നഷ്ടപ്പെടുന്നതിൽ എനിക്ക് ദുഃഖമുണ്ടെങ്കിലും നമുക്കിടയിൽ മറ്റു വഴികളൊന്നുമില്ല. ഞാൻ ഈ ക്യാമറ ഓഫ് ചെയ്യുന്നതോടെ നമ്മുടെ ഈ ലോകം അവസാനിക്കുകയാണ്. ഹലോ ഡോക്ടർ. ഹലോ. താങ്ക് യു. വെൽക്കം. ഇതാ നവവധൂവരന്മാർക്ക് ഞങ്ങളുടെ മംഗളാശംസകൾ. ഇങ്ങനെ ഒരു വിവാഹം അപൂർവങ്ങളിൽ അപൂർവമാണ്. ഈ ഹോസ്പിറ്റലിനോ ഞങ്ങളിൽ ആർക്കുമോ ഇത്തരമൊരു വിവാഹത്തിന് സാക്ഷികളാകേണ്ടി വന്നിട്ടില്ല. ജീവിതത്തിൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഹരികൃഷ്ണനെ ഈ ഒരു അവസ്ഥയിലും തൻ്റെ പങ്കാളിയായി മീര സ്വീകരിക്കുക വഴി ഈ പെൺകുട്ടിയുടെ ആത്മസമർപ്പണത്തിന് മുന്നിൽ നമ്മൾ തലകുനിക്കേണ്ടതുണ്ട്. സാധാരണ ഉറ്റവരും ഉടയവരും മെല്ലെ മെല്ലെ ഉപേക്ഷിക്കാവുന്ന ഒരാളോടാണ് ഈ ത്യാഗം. ഈ ഉപചാര വാക്കുകളെ ഞാൻ വെറുക്കുന്നു. ഹരിയോടുള്ള സഹതാപം കൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് തയ്യാറായതെന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. എൻ്റെ സ്വപ്നലോകത്തിൽ എന്നെ കാണാനെത്തുമായിരുന്ന ഹരിയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ. നൃത്തവേദിയിൽ ചടുലമാവാറുള്ള ആ പാദങ്ങൾ എൻ്റെ കിനാവുകളുടെ താളമായിരുന്നു. സ്വപ്നത്തിനും യാഥാർത്ഥ്യത്തിനുമിടയിൽ ആ ചുവടുകൾ എന്നിൽ കളം വരച്ചുകൊണ്ടേയിരുന്നു. കിനാവുകളിൽ മാറി മറിയുന്ന കാലങ്ങളിൽ എപ്പോഴോ ഞങ്ങൾ ഒന്നായി കഴിഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ച മാത്രമാണിത്. എന്തിനാ അച്ഛാ കരയുന്നത്? സന്തോഷം വരുമ്പോ അച്ഛന് കരച്ചിൽ വരും മോളെ. ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ കുട്ടാ? മോള് പൊയ്ക്കോ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് ഞാൻ. ഏറ്റവും വലിയ നിർഭാഗ്യവാനും ഞാൻ തന്നെ. ഞാനൊരു പാഴ്വസ്തുവല്ലേ. എത്ര കാലം നീ ഇതിനെ ചുമക്കണം? ഞാൻ നിനക്കായി മാത്രം ദൈവം സൃഷ്ടിച്ചവൾ. പിരിയാതെ ശുഭരാത്രി പറയാതെ കുന്നിൻ്റെ ചെരുവിൽ കിടന്നുവോ നമ്മൾ. പുണരാതെ ചുംബനം പകരാതെ മഞ്ഞിൻ്റെ കുളിരിൽ കഴിഞ്ഞുവോ നമ്മൾ. ഹരികൃഷ്ണൻ.com ഈ ശോകഗാനം പാടി ഇന്നത്തെ മൂഡ് നശിപ്പിക്കണോ? മീര, എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകാമോ? ആകാശ ചുവട്ടിൽ നമ്മൾ തനിച്ച്. ഹായ്, നിറയെ നക്ഷത്രങ്ങൾ. ഞാൻ കരുതി ഒരു തരി നക്ഷത്രം പോലും നമ്മുടെ ആകാശത്ത് കാണില്ലെന്ന്. നമ്മുടെ ആദ്യ രാത്രി ഒളിഞ്ഞു നോക്കാൻ വന്നവരോ? അവർക്കും കാണും ചില കൗതുകങ്ങൾ. ഹരിക്ക് ഈ നക്ഷത്രങ്ങളുടെ പേരറിയോ? സിറിയസ്, റിജുലസ്, ഒറിയോൺ. അത്
അത് സരസു. സരസോ? സരസ്വതി അമ്മ, എൻ്റെ അമ്മ. കൺമണി പൊന്നേ അല്ലിമലർ കണിക്കുഞ്ഞേ ആശാമരത്തിൻ്റെ കൊമ്പിൽ അല്ല, സരസ്വതി ഒളിച്ചു കളിക്കുക. മോള് കന്യകയായിരിക്കണമെന്ന അമ്മയുടെ ശാഠ്യം അറം പറ്റിയല്ലേ? ഇന്നത്തേക്ക് ഇത് മതി. 11 മണിക്ക് സൂപ്പ് കൊടുക്കാൻ മറക്കരുത്. ഇവിടെ തന്നെ ഉണ്ടാവണം. എന്താ ഈ പറയുന്നേ? മീര വരുന്നതിന് മുമ്പും അവൻ എന്റെ കൂടെ ആയിരുന്നില്ലേ? അമ്പടാ. പോയിട്ട് വരാം കേട്ടോ. 12:30 ഊണ് മേശപ്പുറത്തെത്തണം. ഈ നശിച്ച കരണ്ട് എപ്പോഴാ പോവാന്നറിയില്ല. അങ്ങനെ എത്തിരി വൈകും. അതിനിവിടെ ഗ്യാസ് അടുപ്പല്ലേ? അരക്കണ്ടേ? അത് കരണ്ടിലേ തിരിയൂ. കയ്യിൽ തിരിയുന്ന ഒരെണ്ണം ഇവിടെ ഉണ്ട്, അമ്മിക്കല്ല്. അടുക്കളയായ ഒരമ്മിക്കല്ല്, അതൊരു വിശ്വാസത്തിന്. ഹരിസാറ് പറഞ്ഞു നിങ്ങക്ക് നല്ല കൈപുണ്യാന്ന്, എല്ലാറ്റിനും നല്ല സ്വാദ്. പക്ഷേ എരിവെണ്ണയും കുറച്ച് കുറയ്ക്കണം കേട്ടോ. ആദ്യമൊക്കെ അങ്ങനെയേ പറയൂ. ഞങ്ങൾ ഈ പാവങ്ങൾ അത് കേട്ട് മേലോട്ടങ്ങ് പൊങ്ങും, പിന്നെ എട്ടും പോത്തോന്നങ്ങിടും, പിന്നെ തുടങ്ങും കുറ്റവും കുറച്ചിലും പറയാനായിട്ടും. അതെ, അല്ല 3 മണിക്കൊരു സീരിയലുണ്ട്, അതെനിക്കൊന്ന് കാണാമോ? ചുമ്മാ ഇരുന്നാലും ടി വിയിലേക്ക് നോക്കിക്കൂടാന്ന് ചില വീട്ടിലെ നിയമമുണ്ടേ, അതുകൊണ്ടാ. കണ്ടോ ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. പക്ഷേ ശശാങ്കൻ ഉണ്ടെങ്കിലും ഭവാനി അമ്മയ്ക്ക് സാറിന്റെ മേലൊരു കണ്ണ് വേണം. ആണ്ടവാ, ഒരു കൊച്ചം ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് ഞാനിത് ആദ്യമായിട്ടാ. എല്ലാവരും എന്താ പറയാന്നറിയോ? ഭർത്താവിന്റെ നിഴൽ വെട്ടത്ത് പോലും ചെല്ലരുതെന്ന്. എന്തായാലും മനസമാധാനത്തോടെ എനിക്ക് ഇവിടെ കുറച്ച് കാലം കഴിയാം. എന്നെ അത്ര പെട്ടെന്നൊന്നും ഇവിടുന്ന് പറഞ്ഞു വിടില്ല. അതെന്താ ഭവാനിയമ്മേ? ഇവിടെ ആകുമ്പോ അങ്ങനെ സംശയിക്കില്ലല്ലോ. തളർന്നല്ലേ കിടപ്പ്. ഈ പാവങ്ങൾക്ക് അതൊരു സഹായാണേ. അയ്യടാ, എന്നെയും കൂടി സംശയിച്ചാലോന്നോ? മുളക് പൊടി ഇരിപ്പുണ്ട് ഇവിടെ നെന്റെ. എഞ്ചിൻ 1300 cc 87 bph. ബി സെഗ്മെന്റ് കാറുകളിൽ ഓവറോൾ ലെങ്തും വിഡ്ത്തും വീൽ ബേസും സ്വിഫ്റ്റിനേ ഉള്ളൂ. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC, എയർ ബാഗ് സിസ്റ്റം, ആന്റി ലോക്കിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം, അതെല്ലാം ഈ കാറിനേ ഉള്ളൂ. സർ, ഇൻഡസിൽ നിന്ന് വണ്ടി എടുത്താൽ ഞങ്ങളുടെ 20 ഔട്ട്ലെറ്റുകളിൽ നിന്നും സർവീസ് ഫെസിലിറ്റി കിട്ടും. കൂടാണ്ട് ആക്സസറീസിന് ഡിസ്കൗണ്ടും കിട്ടും. അതിരിക്കട്ടെ, എനിക്ക് ഹരികൃഷ്ണൻ അറിയാം. ഇപ്പൊ എങ്ങനെയുണ്ടായാക്ക്? അതുപോലെ തന്നെയുണ്ട്. ഇൻഡസിന്റെ ഡയറക്ടർ ബോർഡിൽ ഇപ്പോഴും അയാളുണ്ടോ? ഇല്ല, ഷെയർ ഉണ്ട്. ഞാനിവിടുത്തെ സെയിൽസ് മാനേജറാ. മാഡം, ചോദിക്കുന്നുണ്ടെന്നും തോന്നരുത്. ഹസ്ബൻഡായിട്ട് എങ്ങനെയാ കഴിയുന്നേ? ഇന്നലെ രാത്രി കൂടി ഞാനും റെജി ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. അച്ഛൻ പാരാലിസിസ് ആയിട്ട് കിടക്കുകയല്ലേ, അമ്മയ്ക്ക് ചെറുപ്പോ. ചോദിച്ചു നോക്കൂ. ഡോക്ടർ ഇരിക്കും. മീരയോട് എനിക്ക് ചിലത് പറയണമെന്നുണ്ട്. കണ്ണുകളിൽ ഒരുപാട് ദുഃഖമുണ്ട് അല്ലേ മോളെ? ലൈംഗിക ബന്ധമെന്ന് പറയുന്നത് ഭർത്താവ് ഭാര്യയുടെ ശരീരത്തിലൂടെ മനസ്സിലൂടെ ജീവിതത്തിലേക്ക് കടക്കലാണ്. ഇവിടെ അവയവങ്ങളല്ല, മനസ്സാണ് പ്രധാനം. പരിപൂർണ സംതൃപ്തി ലഭിക്കുന്നതിന് സാധാരണയുള്ള ശാരീരിക ക്രിയകൾക്ക് അമിത പ്രാധാന്യമൊന്നുമില്ല. അരയ്ക്ക് താഴെയല്ല തളർന്നു പോയുള്ളൂ, മനസ്സിപ്പോഴും ഉഷാറല്ലേ? സാറിന് ഏത് മോഡലാ വേണ്ടത്? സ്വിഫ്റ്റ് LXi, VXi അതോ ZXi? ഇതൊരു പഴഞ്ചൻ മൂവ. ചെക്ക്,
ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ പോവാ. ഉം. പറഞ്ഞാൽ നോ പറയരുത്. എൻ്റെ ഊന്നുവടിയും രക്ഷകയ്ക്കല്ലേ നോ പറഞ്ഞാല്? കുന്തം. ഞാൻ നാളെ മുതൽ കമ്പനി പോകുന്നില്ല. എൻ്റെ കുട്ടിയെ നോക്കി ഞാനിവിടെ ഇങ്ങനെ ഇരുന്നോളാം. സത്യം, എനിക്കവിടെ മടുത്തു. ദേ ഇങ്ങോട്ട് നോക്കേ. നീ പുറത്ത് മനുഷ്യരുമായി ഇടപഴകണം. അവിടെ നിന്ന് എത്തിക്കുന്ന വിശേഷങ്ങളാവും എന്നെ ഈ ലോകവുമായി ബന്ധിപ്പിക്കുക. അതല്ലാതെ നമ്മൾ രണ്ടാളും മാത്രമായി ഇവിടെ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മിണ്ടാട്ടമില്ലാത്തവരായി പോകും. പുറത്തെ കാര്യം പറയാണ്ടിരിക്കുക ഭേദം. എല്ലാവർക്കും നമ്മുടെ കടപ്പറയിലേക്ക് ഒളിച്ചു നോട്ട്. പെണ്ണുങ്ങളുടെ കാര്യം മഹാകഷ്ടം. എല്ലാം അറിയണമെന്നുണ്ട്, പക്ഷെ നേരെ ചോദിക്കാൻ അറിയില്ല. ആണുങ്ങളോ അവന്മാർക്കൊന്ന് മുട്ടിയാ കൊള്ളാവുന്നുണ്ട്. അതുകൊണ്ടാണോ എനിക്ക് കമ്പനിയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞത്? അല്ല, ഹരിയെ തനിച്ചാക്കിയിട്ട് എനിക്കൊരു സുഖവും. എനിക്കത് ശീലമായി. ഞാനും ഒരു പരിചാരകനും. എൻ്റെ ലോകം അവിടെ അവസാനിക്കേണ്ടതാണ്. മതി മതി വേദാന്തം പറിച്ചില്. മഹാകള്ളൻ. എൻ്റെ കമ്പനിയിലെ ബുദ്ധിജീവിയാ സന്തോഷ് മേനോൻ. അയാൾ തന്നെ സീരീസാ ഇത്. ഈ സന്തോഷ് മേനോൻ 1-2 സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുള്ളതാ. ഇംഗ്ലീഷ് സിനിമയാണ് അത്ര അയാളുടെ ഭക്ഷണം. ഹമ്പട, ഇതാണ് ആൾ എനിക്ക് തന്ന സിനിമ. ക്ലിസ്ലോസ്കി സനൂസി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവന്റെ അസുഖം ഒന്ന് തന്നെയാ. അവന്റെ ഒരു സിനിമ സാരമില്ല, അയാള് സതുദ്ദേശത്തോട് തന്നതല്ലേ. യു ജസ്റ്റ് റിലാക്സ്. मनसी नभसी मनसी नभसी माधवी धारा. Who the hell is that? Hi, Hari. My God. ഒരു മുന്നറിയിപ്പുമില്ലാതെ നിനക്കിവിടെ വരണമായിരുന്നെങ്കിൽ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുവരില്ലായിരുന്നോ? ഒരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതിയതാ. ആ ഇതാണല്ലേ. വാ ലക്ഷ്മിക്കുട്ടിയെ ഞാനൊന്ന് കാണട്ടെ. മീരെന്ന പേര്. ഓ, അതെല്ലാരും വിളിക്കുന്ന പേരല്ലേ. എന്റെ ഹരിക്ക് കൂട്ടായി വന്ന ഈ മഹാലക്ഷ്മിയെ ലക്ഷ്മിക്കുട്ടി എന്നേ ഞാൻ വിളിക്കൂ. ഇന്ന് 4 മണിവരെ നോ റിഹേഴ്സൽസ്. ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും ചേർന്ന് ലഞ്ച്, ഒരു ചെറിയ ട്രീറ്റ്. ടീച്ചർ, ഞാൻ റിഹേഴ്സൽ കാണാനായിട്ടാ വന്നത്. ഓക്കെ. ഞാനിപ്പോ പോവാണ്. ഇന്ന് ഏജൻസി മീറ്റിംഗ് ഉണ്ട്, അറ്റൻഡ് ചെയ്തേ മതിയാവും. 6 മണിക്ക് മുമ്പ് ഇങ്ങെത്തും. ശരി. ഏ വിവേക്. ഹായ് ഹരി, ഹൗ ആർ യു? ഫൈൻ. നമസ്കാരം. മ്യൂസിക്. ഓക്കെ. मनसी नभसी माधवी धारा. मनसी नभसी माधवी धारा. जलधर निरतन. പ്രീത, എന്താ നിനക്ക്? തുടക്കം മുതലേ കോൺസെൻട്രേഷൻ ഇല്ലല്ലോ. എനിക്ക് വയ്യ. പ്രഗ്നന്റ് ആണോടി? സോറിയൻ, ഇവൾ പ്രഗ്നന്റ് ആണോ? എന്റെ അറിവിലില്ല. കല്യാണം കഴിഞ്ഞാൽ ഗർഭമായിരിക്കും. ഈ ഘട്ടത്തിൽ അതൊന്നും പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
നീ അത് തെറ്റിച്ചോ? എന്നാ എഴുന്നേക്ക്, തുടങ്ങാം. എനിക്ക് പറ്റുന്നില്ല, പ്ലീസ്. മോള് പോയി റെസ്റ്റ് എടുത്തോളൂ. Come on, boys and girls. मनसी नभसी मनसी नभसी माधवी धारा मनसी नभसी माधी धारा जलधर निरतन 1 2 3 1 2 3 4 जलधर निरतन 1 2 3 and 1 2 3 1 2 3 4 जलधर ഹരി, പ്രീത, കോരിച്ചൊരിയുന്ന മഴയത്ത് തണുപ്പിൽ നിന്ന് ഉരസുന്ന നിങ്ങളെ മഴയുടെ ഗന്ധം മത്തു പിടിപ്പിക്കും. അന്നേരം മനസ്സിൽ അഗ്നിമഴയുടെ തിരയിളക്കമുണ്ടാവും. मनसी എക്സ്പ്രഷൻസ്, കം ഓൺ. नभसी मनसी പ്രീത, നിന്റെ മനസ്സ് എനിക്ക് കാണാം. അത് പുരുഷന്റെ ശരീരത്തിലാണ്. വഴക്ക് പറഞ്ഞതിൽ വിഷമമുണ്ടോ? ഏയ് ഇല്ല. ഈ പ്രായത്തിൽ പെൺപിള്ളേരിലേക്ക് ചായാൻ ശരീരം പ്രലോഭിപ്പിക്കും. അതിനായി തുനിഞ്ഞ പെണ്ണുങ്ങളും ഉണ്ടാവും. നീ അതിലേക്ക് തിരിയരുത്, ഇല്ലെങ്കിൽ നശിക്കാൻ എളുപ്പാ. നിന്റെ മുടി എന്താ അത്ര പരുവരുത്തത്? എണ്ണ തേക്കാറില്ലേ? ഇന്ന് ഒത്തിരി ടയർഡായല്ലേ? ടയർഡല്ലേ? എന്നാ വാ, പ്രാക്ടീസ് തുടങ്ങാം. ഇപ്പോഴോ? അവിടെ ഒരു പെങ്കൊച്ചിരുന്ന് കരയുന്നു. അവിടെ കൂടെ ചെന്നൊന്ന് ആശ്വസിപ്പിക്കടി. നിങ്ങൾ ചെന്ന് ആശ്വസിപ്പിക്കേ. ചെല്ലാഞ്ഞിട്ടല്ല, നിന്ന് തരണ്ടേ. ഇന്ന് മോഹിനി നാട്യമന്ദിർ എന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. നാളെ നിന്നിലൂടെ ഞാൻ അറിയപ്പെടണം. എവിടേക്കടി ഈ രാത്രിയില്? നിന്റെ മുറി പോ. എന്തുണ്ടായി? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ടീച്ചർ എന്നെ വഴക്ക് പറയുന്നത്? ഞാൻ തന്നെ പാട്ടിലാക്കാൻ നോക്കുന്നോ? ഞാൻ ഇയാളുടെ മേലിലേക്കൊന്ന് ചാഞ്ഞുപോയി. അതിനാണോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചത്? എന്നെ ചീത്ത പറയാൻ അവരെന്റെ ആരുമല്ല, തന്റെ ആരുമല്ലല്ലോ. അതിന് നീ ഇപ്പോ? ഞാൻ തന്നെ അപഹരിക്കുന്നില്ല അവരുടെ പേടി. ഇവിടെയാ ഞാനൊന്ന് ഉറങ്ങുക. അവരത് കാണട്ടെ, എല്ലാവരും കണ്ടോട്ടെ. എന്നെ എന്നേക്കുമായി പറഞ്ഞു വിട്ടേക്കും, അത്രയല്ലേ ഉള്ളൂ. എന്നെ തൊട്ടുപോകരുത്. എനിക്ക് സ്നേഹിക്കാൻ ഒരാളുണ്ടായി. ഹോ, ഈ നട്ടപ്പാതിരിക്ക് എന്തിന്റെ പുറപ്പാടാ? ഉറക്കം എന്റെ കണ്ണുകളിലില്ല. ഓ,
സാറൊന്ന് ഹരീഷിനെ വിളിച്ചോണത്തുവോ? പ്രാക്ടീസ് വേണം, പെട്ടെന്ന് പഠിപ്പിച്ചെടുക്കണം. ഡേയ്, ഇന്നും രാവിലെ 9 മണി മുതൽ ഇത് തന്നെയല്ലേ പണി? ഈ തണുപ്പത്ത് ആ കൊച്ചൻ തൊടേ കൈയും വെച്ച് കിടന്നുറങ്ങട്ടെ. നീ കുതിക്കുമ്പോൾ നിന്റെ കാലുകൾ ആകാശത്തെ കീറിമുറിക്കണം. നിന്റെ കൈകളിലൂടെ മിന്നൽ പിണറുകൾ പായണം. നിന്റെ കണ്ണുകളിൽ അഗ്നി പടരണം. അതിനു മീതെ പെരുമഴ. मनसे न बसी मनसी न भजे माधवी धारा माधवी धारा. നിങ്ങൾ തമ്മിൽ എന്താ എന്താണ്? എനിക്കറിയില്ല. എനിക്കറിയാം, ഇവിടെ എല്ലാവർക്കും അറിയാം. നിനക്കൊരു ചുക്കും അറിയില്ല. മോഹിനി ടീച്ചർ എനിക്ക് അമ്മയോ പെങ്ങളോ കാമുകയോ അല്ല. ഈ വെളുപ്പങ്കാലത്തെ റിഹേഴ്സൽ ഇന്നലെ അവരെന്നോട് പറഞ്ഞിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടോന്ന് അറിയില്ല, വിളി കാത്ത് ഞാൻ തയ്യാറായിരിക്കായിരുന്നു. എനിക്കവരിഷ്ടം. നിങ്ങളെ പാവം ശങ്കർജിയുടെ ഇരിപ്പ് കണ്ടോ? ചിരിക്കുന്ന ആ മനുഷ്യന്റെ ഉള്ളിലെ വിങ്ങുന്ന മനസ്സ്. അതേ ഞാൻ നോക്കിയിരുന്നുള്ളൂ. ഒരടഞ്ഞ മുറിയിലായിക്കൂടായിരുന്നു ഇതൊക്കെ. എങ്കിലൊന്ന് മുട്ടി വിളിക്കുക പോലും ആ മനുഷ്യൻ ചെയ്യുമായിരുന്നില്ല. ഒരടിമയെ പോലെ ഇവിടെ കഴിയുന്ന ശങ്കർജി ഇപ്പോഴും ആ സ്ത്രീയെ സ്നേഹിക്കുന്നു. അവരുടെ ഓരോ വളർച്ചയിലും ആനന്ദിക്കുന്നു. മോഹിനി നാട്യമന്ദിറിനെ വിദേശീയരുടെ മുന്നിൽ എത്തിക്കാൻ ഇപ്പോഴും കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടാവും. അദ്ദേഹത്തെ കരയിക്കരുത്. മഹാപാപം ഹരിക്കാവും കിട്ടുക. റോ പ്രാക്ടീസ് തന്നെയല്ലേ ഇന്ന്? ആ, അങ്ങനെ ടീച്ചർ പറഞ്ഞത്. എടാ, നിന്നെടുത്ത് നിന്ന് മലക്കം മറിയുന്നവളാ നിന്റെ ടീച്ചർ. കഷ്ടപ്പെട്ട് റോപ്പെല്ലാം കെട്ടിയിട്ട് ഇതെല്ലാം മറ്റേതാണെന്നെങ്ങാനും പറഞ്ഞാവുണ്ടല്ലോ. പറഞ്ഞാ കേക്കും. ഹരികൃഷ്ണൻ എന്നെ ആർട്ടിസ്റ്റാടാ അവൻ. റോപ്പിലും കൂടി ഉണ്ടല്ലോ, അവനൊന്ന് കസറിയാൽ നമ്മ ഇന്താ മോഹിനി നാട്യമന്ദിർ എങ്കയോ പോയാച്ചി. എനിക്കിന്ന് അവന്റെ കളി ഒന്ന് കാണണം. ഗുഡ് മോർണിംഗ് ജെന്റിൽമാൻ. ഗുഡ് മോർണിംഗ് സർ. അതെ, ഇന്നത്തെ പ്രോഗ്രാം കലക്കണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഉച്ചഭക്ഷണം ഇതേ ഉള്ളൂ? ഇല്ലടോ, തനിക്ക് ആ ഒരു സ്പെഷ്യൽ ഫീസ്റ്റ് തന്നെ ഒരുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂർ വിശ്രമം, പിന്നെ റിഹേഴ്സൽസ്. ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ വിടുന്നില്ല. ക്യാമ്പിൽ നമ്മളെല്ലാവരും പണ്ടത്തെ പോലെ ആടിപ്പാടി. ശങ്കർജിയെ മാത്രം എനിക്കിവിടെ മിസ്സായി. ശങ്കർജി കൂടി ഇവിടെ വേണമായിരുന്നു. വാരണാസിയിൽ കണ്ടു എന്നൊരാൾ പറഞ്ഞപ്പോൾ അവിടെയെല്ലാം മരിച്ചു പെറുക്കി.
പിന്നെ പോവുന്നിടം മാനസരോവർ. കണ്ടെത്തിയാൽ വിവരം അറിയിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മുമ്പ് ഇതുപോലെ യാത്ര പോകാറുണ്ട്. മഞ്ഞുകാലം വരുമ്പോൾ തൻ്റെതായ ലോകത്തിലേക്ക് ബാലശങ്കർ യാത്ര പുറപ്പെടും. തീർത്തും മറ്റൊരു മനുഷ്യനായി. മറവിയുടെ ആ സ്വപ്ന ലോകത്തിൽ എപ്പോഴും എൻ്റെ ശബ്ദം കേൾക്കും. അന്നേരം എൻ്റെ അരികിലേക്ക് ഓടിയെത്തും. ഏറിയാൽ 10 ദിവസമായിരുന്നു അന്നൊക്കെ. എന്തോ എൻ്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല. ജർമ്മൻ ഫെസ്റ്റിവലിൻ്റെ തലയ്ക്ക് പിടിച്ചു. ലോകത്തിലെ പ്രധാന നർത്തകരെല്ലാം പങ്കെടുക്കുന്നവിടെ എന്നെയും അംഗീകരിക്കണമെന്ന മോഹം. അതിനായിരുന്നു നിന്നെ കണ്ടെത്തിയത്. നിന്നെ മോൾഡ് ചെയ്യാൻ ഏറെ സമയം ചെലവഴിച്ചപ്പോൾ പാലുവിനെ വേണ്ടത്ര ഞാൻ ശ്രദ്ധിച്ചില്ലേ? ഇപ്പം എനിക്കങ്ങനെ തോന്നുന്നു. നിന്നെ കാണാൻ ഹോസ്പിറ്റലിലേക്കെന്നും പറഞ്ഞിറങ്ങിയ ബാലു. ഹരി, നിന്നല്ലേ അവസാനം കണ്ടത്? അന്നേരം എന്താ പറഞ്ഞത്? ചോദിച്ചപ്പോഴൊക്കെ ഒന്നുമില്ലെന്ന് നീ പറഞ്ഞു. അതൊരു കളവ് പറച്ചിലാണോ? മരുന്നുകൾ കുത്തിനിറച്ചിരുന്ന ഞാൻ എപ്പോഴും പാതി മയക്കത്തിലായിരുന്നു. ചിലപ്പോൾ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അയ്യോ, ഈ കൊച്ചിന്റെ കിടപ്പ് കണ്ടില്ലേ? സഹിക്കുന്നില്ല. എനിക്ക് ദൈവത്തിൻ്റെ ഒരു കീറാനാ തോന്നണേ. എൻ്റെ ഒരു തമാശയ്ക്ക് അരയ്ക്ക് താഴെ തളത്തിക്കളയാന്ന് വെച്ചാ ദൈവം ആളൊരു സാഡിസ്റ്റാ, കണ്ണിച്ചോരയില്ലാത്ത. ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഇനി തൊഴത്തില്ല. ഇല്ല, തൊഴത്തില്ല. മോനെ ഹരികൃഷ്ണ, ഇങ്ങനെ വരുമെന്ന് കരുതി മനഃപൂർവ്വം ചെയ്തതല്ലടാ. കേമനാണെന്നൊരു ഭാവം നിനക്കുണ്ടായിരുന്നു. നിന്നെ ഒന്ന് കൊച്ചാക്കണം. മോളിൽ നിന്ന് പൊത്തോന്ന് വീഴുമ്പോ എല്ലാവരും അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സത്യം. മഞ്ഞുകാലം വരുമ്പോൾ ആരോടും പറയാതെ ഞാൻ എവിടേക്കെങ്കിലുമൊക്കെ വെച്ച് പിടിക്കും. കാശി, ബദ്രിനാഥ്, എവിടേക്കെങ്കിലുമൊക്കെ. പോക്കറ്റിലെ ടിക്കറ്റുകളും ബില്ലുകളും കണ്ട് എൻ്റെ യാത്ര എവിടേക്കൊക്കെ ആയിരുന്നുവെന്ന് മോഹിനി പറയുമ്പോഴാ ഞാനും അതറിയുക. എൻ്റെ യാത്ര അതൊരു അസുഖമാണെന്നാണ് അവളുടെ കണ്ടുപിടുത്തം. വെറുതെ. അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. മഞ്ഞുകാലം വരുമ്പോൾ ഞാൻ കടന്നു കളയാതിരിക്കാൻ മോഹിനി ഒരു വഴി കണ്ടുപിടിച്ചു. എന്നെ അങ്ങ് സ്നേഹിച്ച് കൊല്ലുക. അതെ, അതൊന്നും പറയാൻ കൊള്ളിയല്ല. പിന്നെ ഞാൻ മഞ്ഞുകാലങ്ങളെ കാത്തിരിപ്പായടാ. അപ്പോഴാണ് നിന്നെ കെട്ടിയെടുത്തത്. അവൾ എന്നെ മറന്നു. നിന്നോട് എനിക്ക് അസൂയ തോന്നിയിൽ തെറ്റു പറയാൻ പറ്റുമോ? എന്നോട് ദൈവം പൊറുക്കൂ? ഇല്ല. നീ എന്നോട് പൊറുക്കണം. ഇല്ലെങ്കിൽ ഞാൻ തകർന്നു പോകും. ഞാൻ പോട്ടെ മോനെ. ദാ നോക്ക്, ഹരിയുടെ ചിത്രങ്ങളിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. കൃത്യം നേരത്തെ തന്നെ എത്തിയല്ലേ? ഈ രാത്രി നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുകയാണ്. പിള്ളേരുടെ ഭാഷയിൽ ഒരു അടിപൊളി രാത്രി. ഇല്ല, വീട്ടിൽ പോണം. ഇവിടെയൊക്കെ ചുറ്റി നടന്നപ്പോ ഹരി പഴയ ആളായതുപോലെ. വണ്ടർഫുൾ ചേഞ്ച്. എനിക്ക് പോണം. ചായ പിടിച്ചിട്ട് പോം. ഒരു കൗതുക വസ്തുവായി ആൾക്കൂട്ടത്തിന് മുന്നിൽ ഹരി എഴുന്നള്ളിക്കാൻ എനിക്കിഷ്ടമല്ല. ഹരിയെ നോക്കിയിട്ടുള്ള അർത്ഥമില്ലാത്ത നെടുവീർപ്പുകൾ എനിക്ക് സഹിക്കാനാവില്ല. ബന്ധുവീട്ടിൽ പോലും ഒരു ദിവസം തങ്ങാൻ കഴിയുന്നില്ല. അടച്ചിട്ട മുറിയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയാനുള്ള ചോദ്യങ്ങൾ, നോട്ടങ്ങൾ, പിന്നെ കുറ്റബോധമോ അനുകമ്പയോ.
എന്തിൻ്റെ പേരിലാണെങ്കിലും ഹരി ആരും പങ്കുവയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഫോർ ഇൻറ്റു 4 ഒരു ലെവൽ കൂടെ ആവാം അല്ലേ? ഓക്കെ, ഡു ഇറ്റ്. 1 foot high please. Okay, that's fine. രാത്രി മഴ രാത്രി മഴ. ഈ മഴയുടെ സങ്കല്പം നിനക്ക് ഒഴിവാക്കാമോ? എങ്കിലേ നിന്റേതായ സിഗ്നേച്ചർ നൃത്തത്തിനുണ്ടാവും. അല്ലെങ്കിൽ നീ മോഹിനി ടീച്ചറുടെ നിഴലാവുകയുള്ളൂ. നീ അവരെ മറക്കണം, മറ്റൊരാളായി പുനർജനിക്കണം. ആലോചിക്കാതെ അല്ല, ഈ കവിത കൊച്ചുനാളിലെ എന്നെ കീഴടക്കിയ ഒന്നാണ്. ഇരുട്ടിന്റെ പുതപ്പിൽ എന്റെ മടിയിൽ തലചായ്ച്ച് കിടക്കുന്ന നന്ദിനിയെ കൊണ്ട് എത്ര വട്ടം ചൊല്ലിച്ചു എന്നോ ഈ കവിത. പണ്ടിന്റെ സൗഭാഗ്യരാത്രികളിൽ എന്നെ ചിരിപ്പിച്ച് കുളിർ കോരിയണിയിച്ച് വെണ്ണിലാവേക്കാൾ പ്രിയം തന്നുറക്കിയോരന്നത്തെ പ്രേമസാക്ഷി രാത്രി മഴ. എന്റെ ഈ ഡ്രീം യാഥാർത്ഥ്യമാകുമോ വിവേക്? എന്താ സംശയം? മീരയുടെ ആശയമാണിത്. അന്ന് നാട്യമന്ദിൽ ഞാൻ വന്നപ്പോൾ മൂഡ് ഓഫായി. ആ രാത്രി അവൾ എന്നിൽ നിറച്ച പ്രതീക്ഷയാണിത്. ഈ ലെവലിൽ നിന്നവൾ ഒരു സർപ്പത്തെ പോലെ ഇഴഞ്ഞ് വലതുകാലൂന്നി മെല്ലെ മെല്ലെ ഉയർന്നു കയറുന്നു. തെന്നി നീങ്ങുന്ന അവളുടെ പാദം അവിടമാകെ ചുംബിച്ചുണർത്തുന്നത് പോലെ. രാത്രി മഴ രാത്രി മഴ ചുമ്മാതെ കേണു ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പെറുപെറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാ ഭ്രാന്തിയെ പോലെ. ഈ പ്രൊഡക്ഷനിൽ നീ ഒരു നർത്തകൻ മാത്രമല്ല, എൻ്റെ വിഷ്വൽ ട്രാൻസ്ലേറ്ററാണ്. ഇപ്പോൾ തന്നെ എൻ്റെ പാദങ്ങൾ തുടിക്കുന്നത് പോലെ വേദിയിൽ ഞാനും ഒരു ദിവസം ചുവട് വയ്ക്കും. അതെ, ഒരു ദിവസം, ഒരേ ഒരു ദിവസമെങ്കിലും. അത് മതി എനിക്ക്. മീര എനിക്ക് കൂട്ടുണ്ടാവും, ഒപ്പം നീയും. നെഞ്ചിലെ ജലശംഖിരാവിൻ
വെൺഗംഗയായി നീ നിറയൂ. എൻ നെഞ്ചിലെ ജലശംഖിൽ രാവിൻ വെൺഗംഗയായി നീ നിറയൂ. മൗനങ്ങളെ സ്വരമായി വന്നിൻ മൺവീണയിൽ ഇളവേൽക്കുമെല്ലേ. എൻ നെഞ്ചിലെ ജലശംഖിൽ രാവിൻ വെൺഗംഗയായി നീ നിറയൂ. നിനക്കായി മാത്രം നിറച്ചു ഞാനെൻ നിത്യനിലാവിൻ മധുപാത്രം. സ്നേഹപ്പൂന്തൊടിയിൽ ഈ വർണ്ണ പൂങ്കുടിലിൽ ഇന്നുമേ കാക്കിയല്ലോ ഞാൻ. എൻ നെഞ്ചിലെ ജലശംഖിൽ രാവിൻ വെൺഗംഗയായി നീ നിറയൂ. സ്വതവേ പാട്ട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അതോ ഞാൻ പാടുന്ന കൊള്ളഞ്ഞിട്ടാണോ? അങ്ങോട്ടൊന്നും കാണുന്നില്ല. വിവേക പറഞ്ഞു ഇയാൾ ഒരു പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുന്നുവെന്ന്. അത് കിടപ്പ ത്രില്ലായി. ആർട്ടിസ്റ്റ്, ടെക്നീഷ്യൻസ്, എക്വിപ്മെന്റ് ഇവിടെ ഉള്ളതെല്ലാം ഹരിക്കെടുക്കാം. വേണം, എല്ലാം വേണം. പക്ഷേ ടീച്ചർ. എന്താ ഹരി പറയൂ. ടീച്ചർ ഒന്നിലും ഇടപെടരുത്. ടീച്ചർ എന്നെ അഡ്വൈസ് ചെയ്താൽ. നോ ഫർദർ എക്സ്പ്ലനേഷൻസ്. ഹരി ഉദ്ദേശിച്ചത് മനസ്സിലായി. ഞാൻ ആ ഭാഗത്തേക്ക് വരില്ല. ഇവിടം വരെ എത്തുന്നതിൽ എൻ്റെ സ്ട്രെങ്ത്തും അത് തന്നെ. ഇൻഡിവിജ്വാലിറ്റി അത് വേണം ഹരി. ഭരതനാട്യവും കുച്ചിപ്പുടിയും പഠിപ്പിച്ച് എൻ്റെ ഗുരുവിനെ നിഷേധിച്ചിട്ടാണ് ഞാൻ കണ്ടംപററി ഡാൻസിലേക്ക് തിരിഞ്ഞത്. എന്തിന്? ബാലശങ്കറിൻ്റെ അഡ്വൈസ് പോലും ഞാൻ കാര്യമാക്കിയില്ല. മോഹിനി നാട്യമന്ത്രം നടത്തിക്കൊണ്ടുപോകാനൊരു ഉത്സാഹം തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും കൂടി ഇത് നടത്തിയാൽ എന്നോട് കാട്ടുന്ന ഒരു പുണ്യമാവും. എനിക്കും വേണം വിശ്രമം. കുറേ കാലമായി ഒരു യാത്ര പോണെന്ന് കരുതിയിട്ട്. മാനസ സരോവർ. ശാന്തി എനിക്കും വേണ്ടേ? ഒരു പക്ഷേ ബാലശങ്കറിനെ അവിടെ കണ്ടുമുട്ടാനാവും. എന്നെ കാണാൻ ബാല വരാതിരിക്കില്ല. Hey guys, get ready. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതെൻ്റെ സ്വപ്നമാണ്. കാലുകൾ ചലിപ്പിക്കാൻ കഴിയാത്തവൻ്റെ സ്വപ്നം. വേദിയിലേക്ക് തിരിച്ചു വരാൻ ഇനി ഒരിക്കലും കഴിയില്ലെന്ന് കരുതിയിരുന്ന എനിക്ക് നിങ്ങൾ നൽകുന്ന
മ്യൂസിക്. രാത്രി മഴയോട് ഞാൻ പറയട്ടെ, നിന്റെ ശോകാർദ്രമാ സംഗീതമറിയുന്നു ഞാൻ. നിന്റെ അലിവും അമർത്തുന്ന രോഷവും ഇരുട്ടത്തു വരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും പുലരിയെത്തുമ്പോൾ മുഖം തുടച്ചുള്ള നിൻ ചിരിയും തിടുക്കവും നാട്യവും ഞാനറിയും. ഹരി ആകെ ഉണർന്നു കഴിഞ്ഞു. അത് കാണാ താൻ ഇവിടെ നിന്ന് എന്തെടുക്കുക? എന്താടോ വല്ല വഴക്കുണ്ടായോ? എന്നാ ഇങ്ങോട്ട് വന്നേ, നടക്കടോ. നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാ, ഭ്രാന്തിയെപ്പോലെ ചേ, എന്തിനാണോ നിർത്തിയത്? ഒരു നല്ല കാഴ്ചക്കായി മീരക്കട കൂട്ടിയപ്പോ യെസ് ഡു മാൻ ആ മൂഡ് പോയി. ഷേ, മീര എന്താണ് എപ്പോഴും ഗ്ലൂമിയായി കാണുന്നത്? അറിയില്ല. സാധാരണ ഒരു പെണ്ണിനെ ഇളക്കാൻ എന്റെ തമാശകൾ ധാരാളം. അത് ഏൽക്കുന്നില്ല. നിന്റെ ചലനങ്ങൾ നേരിട്ട് കാണാൻ കൊതി ഉണ്ടാവുമെന്ന് കരുതി. അതുമില്ലടോ. പിന്നെ എന്ത് കണ്ടിട്ടാ നിന്നെ പ്രണയിച്ചത്? ഹരി, സത്യത്തിൽ എനിക്കിപ്പോൾ ഭയമാണ്. വിവേകിനെ മാത്രമല്ല, ആണുങ്ങളെയൊക്കെ ഭയമാണ്. ഇരുട്ടിൽ തനിച്ചൊന്ന് നിൽക്കാൻ കൂടി ഭയമാ ഹരി എനിക്ക്. കുറേയൊക്കെ എൻ്റെ തോന്നലാകാം, എനിക്കറിയാം. ജീവിതം കുറേയൊക്കെ ആഘോഷാളാണ് ഹരി. ഇപ്പൊ കൊടിയിറങ്ങിയ ഉത്സവപ്പറമ്പ് പോലെയാണ്. ആളും ആരവും ഇന്നും ഹരിക്ക് ചുറ്റും വേണം. എനിക്കത് സന്തോഷമാണ്. മീര, നീ തന്നെയല്ലേ ഈ പ്രൊഡക്ഷൻ്റെ ഇൻസ്പിറേഷൻ? എനിക്ക് ധൈര്യവും താങ്ങുമായി എപ്പോഴും കൂടിയുണ്ടാവുമെന്ന് പറഞ്ഞതും നീ തന്നെയല്ലേ? അരയ്ക്ക് താഴെ തളർന്ന ഞാൻ ലോക നർത്തകരുടെ മുന്നിൽ. അത്തരമൊരു കാഴ്ചയാണ് എൻ്റെ കണ്ണുകൾ നിറയെ. അതിന് വിവേക് വേണം, പ്രീത വേണം, എല്ലാവരും വേണം. ആരെയും ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ ആ നേരത്ത് അല്പം ദൂരത്തേക്ക് ഞാൻ മാറി നിന്നോട്ടെ. പേടികൊണ്ട് മാത്രം. ഉറക്കെ അലറിട്ട് ഒരു കാര്യമില്ല. അവനൊന്നും ചെയ്യാനാവില്ല. വെറുതെ കണ്ടുവന്ന് വേദനിക്കാം. ആ പാവത്തിന് ആ ദുഃഖവും കൂടി കൊടുക്കണോ? നിക്കേ, മീര ആരോട് സംസാരിക്കുന്നത്?
പോയി കിടന്നുള്ളൂ മീര. ഇയാളില്ലാതെ ഉറക്കം വരുന്നില്ല. കാർമേഘങ്ങളായി എന്നിൽ വന്ന് നിറയുന്നതിനെ മഴയായി പെയ്തൊഴിയിക്കണം. അതുവരെ ഉറക്കമില്ല മീര. ഇനി ഷോയ്ക്ക് 4 നാളല്ലേ ഉള്ളൂ. പ്ലീസ് മീര. മീര, വിവേകിന് കുടിക്കാൻ വെള്ളം കൊണ്ടുവച്ചോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ആ, കുടിച്ച് കുന്തം മറിഞ്ഞ് കിടക്ക. രാത്രി ഉണരുമ്പോൾ ദാഹം ഉണ്ടാവും. കുറച്ച് വെള്ളം കൊണ്ടുവച്ചേക്ക്. ഞാനിനി തിരിച്ചു വന്നൊന്നും വരില്ല. കണ്ടില്ലെന്ന് വെച്ച് ബഹളം കൂട്ടരുത്. മീര, നീ ഇവിടെ ഇല്ലാതെ ഇനി ഈ ഭംഗിവാക്കുകൾ പറയരുത്. നിങ്ങളുടെ വൃത്തികെട്ട മനസ്സ് അത് ഞാൻ ഇന്നലെ കണ്ടു. നീ ഉള്ളു തുറന്നൊന്ന് ചിരിക്കുന്നുണ്ടോ മീര? ആണുങ്ങളെ നീ ഭയക്കുന്നു. എന്തിന്? ഹരിയെ ഇട്ടേച്ച് പോവുക ഇന്നലെ വരെ അതെന്റെ പ്രാണൻ പോകുന്നതിന് തുല്യായിരുന്നു. ഞാനാണല്ലോ ഹരിയെ പ്രണയിച്ചത്. എന്റെ നിർബന്ധം കൊണ്ടാണല്ലോ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. ഹരിയുടെ ഭാര്യ അതെനിക്കൊരു അഹങ്കാരമായിരുന്നു. വേണ്ട, ഈ ബന്ധം ഇവിടെ അവസാനിക്കുക വേണ്ടത്. മീരയും ഒന്നിച്ചുള്ള രാത്രികളിൽ എനിക്കുറക്കം വരാറില്ല. പക്ഷേ ഇന്നലെ മീരയില്ലാത്ത രാത്രിയിൽ ഞാനൊരു ഭ്രാന്തനെ പോലെ അലറി വിളിച്ചു. അതിന് മീരയെ ഞാൻ ചീത്തയാക്കണം. അതിനായി നീ തന്നെ അവസരങ്ങൾ ഒരുക്കിയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു തൊഴി വെച്ചേരാത്തതെന്നറിയോ? ആ, ഞാൻ സാമാന്യം നല്ല വഷളനാ. പെണ്ണിനെ വീഴ്ത്തുന്നതിൽ എൻ്റെ തന്ത്രങ്ങൾ അങ്ങനെ പിഴയ്ക്കാറില്ലെന്ന് നിനക്കറിയാം. എടാ, ഈ നിമിഷം വരെ മീരയോട് എനിക്ക് ബഹുമാനമേ തോന്നിയിട്ടുള്ളൂ. നിന്നോടോ പരമ പുച്ഛവും. അനങ്ങാൻ കഴിയാതെ ജീവച്ഛവം പോലെ കിടന്ന എന്നെ
ഒന്ന് കൊന്നു തരാൻ ഞാൻ ഡോക്ടറോട് കെഞ്ചി, പലരോടും യാചിച്ചു. ആരും അത് കേട്ടില്ല. ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ സുഹൃത്തായ നിന്നോട് യാചിക്കുന്നു. ഈ ദുരന്തത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കാമോ? ആണുങ്ങളെ അവൾക്ക് ഭയമാണെന്ന് പറയുമ്പോൾ ഉറക്കെ ഒന്ന് ചിരിക്കുക പോലും ചെയ്യാത്ത മീരയെ ഞാൻ ഭയപ്പെടുന്നു. എന്നെ പരിചരിക്കാൻ എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മീരയെ ഞാൻ എന്തിനു ബലിയാടാക്കണം? മോഹിനി ടീച്ചറിന്റെ അടിമയായി കഴിഞ്ഞ് നിനക്ക് അവരുടെ ഭ്രാന്തം കിട്ടിയിട്ടുണ്ട്. നിന്റെ തലയിൽ ഇപ്പോഴത്തെ ഈ പ്രൊഡക്ഷനും മ്യൂണിക്കിൽ അരങ്ങേറുന്ന നൃത്തവുമാണ്. വീൽ ചെയറിലെ നർത്തകൻ നിനക്ക് ചുറ്റും പത്രക്കാർ ഓടിയെത്തും. ഇച്ഛകളെ ഒന്നൊന്നായി കീഴ്പ്പെടുത്തുന്നതിന്റെ രഹസ്യം നീ അവർക്ക് മുന്നിൽ വിളമ്പും. അതിന്റെ ഹരത്തിലാണ് നീ. അതിന് തടസ്സമാകുന്ന എന്തിനേയും നീ തട്ടിമാറ്റും. ഇപ്പോ മീര നിന്റെ സ്വസ്ഥത കെടുത്തുന്നു. നിനക്കത് ഒഴിവാക്കിയേ പറ്റൂ. അല്ല വിവേക്, വരാനിരിക്കുന്ന മഹാദുരന്തത്തിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും രക്ഷപ്പെട്ടേ മതിയാവൂ. സ്ത്രീ എന്ന നിലയ്ക്ക് മീര പൂർണ്ണത നേടണം. സൃഷ്ടിയുടെ എല്ലാ അർത്ഥവും അവൾ അനുഭവിക്കണം, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. ആ തിരിച്ചറിവിലേക്ക് ഞാൻ എത്തിയപ്പോൾ എല്ലാം കൈവിട്ടു പോയിരുന്നു. അതുകൊണ്ട് മീരെ നിന്നെ ഏൽപ്പിച്ചാൽ. ഇന്നോളം നിന്റെ ജീവിതത്തിൽ കണ്ട ദുരന്തങ്ങൾക്കൊക്കെ മിസ്റ്റിസത്തിന്റെ സ്വഭാവമുണ്ട്. ഇനി സംഭവിക്കേണ്ടതിനും അതൊക്കെ വേണമെന്ന് നിനക്ക് നിർബന്ധമുള്ള പോലെ. എടാ, ഇതൊക്കെ നാടകത്തിലും സിനിമയിലും കാണുന്നതാ. ജീവിതത്തിൽ കുറച്ച് പാടാ. നീ ആദ്യം മീരയെ നന്നായി അറിയുക, പിന്നെ നിന്നെയും. ഭ്രാന്തിയെ പോലെ പ്ലീസ് റിപ്പീറ്റ്. ഭ്രാന്തിയെ പോലെ സ്റ്റോപ്പ് പ്ലീസ്. ഹരി, എന്താ ഇങ്ങനെ? ഹരിയെ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് സഹിക്കാനാവുന്നില്ല. ഹരിയോട് ചിലതൊക്കെ പറയാൻ എനിക്കൊരവസരം കിട്ടിയില്ല. എല്ലാവരും, മോഹിനി ടീച്ചറടക്കം എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഞാൻ സോറിന്റെ ഭാര്യയായി. ഹോസ്പിറ്റലിൽ നീ എന്നെ കാണാൻ വരുന്നതിൻ്റെ ഇടവേള കൂടിയപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞു. പിന്നെ നിന്റെ വരവിനെ എന്നേക്കുമായി വിലക്കുക. അതിലൂടെ എനിക്കും നിനക്കും സ്വസ്ഥത കിട്ടൂ. അങ്ങനെ നിന്നെ തിരിച്ചയക്കാൻ പരുഷമായ കുറേ വാക്കുകൾ ഞാൻ കരുതി വച്ചിരുന്നു. അത് വേണ്ടി വന്നില്ല. എന്റെ വീടിന്റെ സ്ഥിതി ഹരിക്ക് അറിയാവുന്നതല്ലേ. സ്വന്തമായി ഒരു തീരുമാനം എടുത്താൽ കഷ്ടപ്പെടുക ഞാൻ മാത്രമല്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും പറയുന്നത് കേൾക്കേ നിവർത്തിയുണ്ടായിരുന്നുള്ളൂ. ഹരിയെ ഞാനും വേദനിപ്പിച്ചു അല്ലേ? പ്രീത, നീയും സ്വരനും ചേർന്ന് എൻ്റെ ഈ പ്രൊഡക്ഷൻ ഗംഭീരാക്കണം. എന്നോടുള്ള സ്നേഹം നീ സ്റ്റേജിലാണ് കാട്ടേണ്ടത്. അത് മാത്രമേ നീ ഇനി തരേണ്ടതുള്ളൂ. പ്രീത, എത്ര നേരം ഞാനിവിടെ കാത്തിരിക്കുന്നു. ക്ലോക്കിൽ കൗണ്ട് ഡൗൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. 7 നടിച്ച ഷോ തുടങ്ങും. ഇടയ്ക്ക് നിർത്തില്ല. എന്നിട്ട് ഗ്രീൻ റൂമിൽ ഒരെണ്ണം പോലുമില്ല. എവിടെ എല്ലാവരും? ആരും വരണ്ടെന്ന് പറഞ്ഞു. അത് പറയാനുള്ള അധികാരം ആർക്കാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഈ പ്രൊഡക്ഷനിൽ ഉണ്ടാവില്ല. പ്രീത, സോറിന് എന്തായാലും ഇല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ രാത്രി വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. പ്രീത, ഇതെന്റെ സ്വപ്നമാണ്. ജീവിതത്തിൽ ഇനി ഒന്നും ചെയ്യാൻ കഴിയാത്തവന്റെ ലോകം കീഴടക്കൽ. എല്ലാം കൈവിട്ടു പോകുമ്പോൾ നീയും കൂടെ എന്നെ തകർക്കരുത്. പ്ലീസ്, ചെന്ന് സോറിനെ വിളിക്ക്. എനിക്ക് അവനെ വഴക്ക് പറയാം, യാചിക്കാം. അവൻ തീരുമാനം മാറ്റും. സൊരൻ,
സുരൻ! വേണ്ട, നിർബന്ധിക്കണ്ട. ഞങ്ങളുടെ ബന്ധുവാവും തകരുക. അതുണ്ടാവാതിരിക്കാൻ പോകാൻ അനുവദിക്കണം. ഹരി, നാളെ ആയിരക്കണക്കിന് കാഴ്ചക്കാരുടെ മുന്നിൽ, പിന്നെ വിദേശത്ത് ഒക്കെ നീയല്ലേ പറഞ്ഞത്? നമ്മൾ ഈ പ്രൊഡക്ഷൻ നടത്തും, നിശ്ചയിച്ച സമയത്ത് തന്നെ നടത്തും. പിന്നെ പ്രിയതയ്ക്ക് പകരം പുതിയൊരു പെണ്ണിനെ കണ്ടെത്തും. ഉള്ള നേരം കൊണ്ട് ഞാൻ അവളെ പഠിപ്പിച്ചിരിക്കും. ഞാനൊരു വിഡ്ഢി കൂടിയാണെന്ന് നീ കരുതുന്നുണ്ടല്ലേ? 1 മാസത്തിലേറെ സമയം കൊണ്ട് ഞാൻ പഠിപ്പിച്ചതൊക്കെ എനിക്കുറപ്പുണ്ട്. സാധ്യമല്ലാത്ത ഒന്നുമില്ല. ഞാനും അരങ്ങിലെത്തും. ഒരുപക്ഷേ നിന്റെ സങ്കല്പങ്ങൾക്കൊത്ത് ഉയർന്നു വരില്ല. എങ്കിലും രാത്രി മഴ നല്ലൊരനുഭവമാവും. നീ മാത്രം എന്തിനാ എന്നോടൊപ്പം? മീര പോയി, പ്രീതയും. നിനക്കും പോകരുതോ? എനിക്കാരും വേണ്ട. ഹരി, പോകാനല്ലേ പറഞ്ഞത്? പോ. രാത്രി മഴ, രാത്രി മഴ, ചുമ്മാതെ കേണു ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പെറുപെറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാ ഭ്രാന്തിയെപ്പോലെ. രാത്രി മഴ, രാത്രി മഴയോട് ഞാൻ പറയട്ടെ, നിന്റെ ശോകാർദ്രമാ സംഗീതമറിയുന്നു ഞാൻ. നിന്റെ അലിവും അമർത്തുന്ന രോഷവും ഇരുട്ടത്തു വരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും പുലരിയെത്തുമ്പോൾ മുഖം തുടച്ചുള്ള നിൻ ചിരിയും തിടുക്കവും നാട്യവും ഞാനറിയും. അറിയുന്നതെന്തുകൊണ്ടെന്നോ സഖി ഞാനും
ഇതുപോലെ രാത്രി മഴ പോലെ. മീര, മീരയല്ലേ? ഞാൻ വിവേക്. ഞാൻ പറയുന്ന മീര ശ്രദ്ധിച്ച് കേൾക്കണം. ഹരിയുടെ പ്രൊഡക്ഷൻ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നടക്കില്ല. ഹരി ആകെ അപ്സെറ്റാണ്, ഒരു വിഭ്രാന്തിയിൽപ്പെട്ട പോലെ. മീരയ്ക്കാണ് അവനെ രക്ഷിക്കാനാവുക. മീരയെ കണ്ടാൽ, ആശ്വസിപ്പിച്ചാൽ ഹരിയെ നമുക്ക് തിരിച്ചു കിട്ടും. വൈകിയാൽ നമുക്കൊന്ന് നഷ്ടപ്പെടും. മീര, ഉടനെ പുറപ്പെടണം. റിഹേഴ്സൽ ഹാളിലുണ്ട് ഹരി. പെട്ടെന്ന് വരില്ലേ പ്ലീസ് മീര? ഹരി